ഹല്ലേലൂയ. ബി ക്രൈസ്റ്റ്. യൗവനങ്ങളുടെ ആഘോഷമായി യൗവനങ്ങളെ ചേർത്തുവച്ച് ഒരു ക്രിസ്തുവിലേക്കുള്ള യാത്ര, ഒരു പുതിയ അനുഭവവുമായി ഷെഖീന ടെലിവിഷനും ക്രൈസ്റ്റ് കൾച്ചർ മിഷനും ഒന്നിയേർന്ന് സകല ഹൃദയത്തിൽ യൗവനം കാത്തു സൂക്ഷിക്കുന്ന ജനത്തെ ദൈവാത്മാവിനാൽ ഈ നിമിഷം സ്വീകരിക്കുകയാണ്. ബി ക്രൈസ്റ്റ്. ഒരു ക്രിസ്തുവാകുക തന്നെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രാധാന്യമേറിയ കാര്യം. എഫെസസുകാരുടെ പുസ്തകം 5-ാം അധ്യായം ചാപ്റ്റർ 5 വേഴ്സ് 1 ബൈബിൾ ഇങ്ങനെയാണ് പറയുക: Be imitators of God. വത്സല മക്കളെ, നിങ്ങൾ ദൈവത്തെ അനുകരിക്കുന്നവരാകുവിൻ. ഒരു ദൈവമാകുന്ന ഒരു വലിയ സാന്നിധ്യത്തിൻ്റെ കൃപ ദൈവം നമ്മളിന്ന് പ്രതീക്ഷിക്കുകയാണ്. പ്രിയ യൗവനമേ, ഒന്നിലും സന്തോഷം തോന്നുന്നില്ല എന്ന് പറയുന്ന ദുർദിനങ്ങളുടെ നടുവിൽ ഇതാ ദൈവജനത്തിന് അനുഗ്രഹമാകുന്ന, യൗവനത്തിൻ്റെ ഹൃദയങ്ങളെ സ്പർശിക്കുന്ന, ഹൃദയത്തെ മാറ്റിമറിക്കുന്ന ഒരു വലിയ അനുഗ്രഹമാണ് ബി ക്രൈസ്റ്റ്. ആധുനിക ലോകത്തിൻ്റെ വെല്ലുവിളികളുടെ നടുവിൽ പ്രതിസന്ധികൾ വിശ്വാസത്തെയും സഭയുടെ ആഴങ്ങളെയും പിടിച്ചുകുലുക്കുവാൻ നോക്കുമ്പോൾ, എവിടെയെല്ലാമാണോ ആനുകാലിക പ്രശ്നങ്ങൾ ഫെയ്ത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുമ്പോൾ, യൗവനങ്ങൾ തങ്ങളുടെ ആധികാരികത വചനത്തെ ആസ്പദമാക്കി പ്രഖ്യാപിക്കുന്ന ഒരു വലിയ പ്രോഗ്രാമായി ബി ക്രൈസ്റ്റ് ഉയരുകയാണ്. പ്രിയ യൗവനമേ, എല്ലാ മാസത്തിൻ്റെയും ഫസ്റ്റ് വെനസ്ഡേ, ആദ്യ ബുധനാഴ്ച 11 മണി തൊട്ട് 1 മണി വരെ ദൈവത്തിൻ്റെ ആത്മാവിനാൽ സഭയിലെ യൗവനങ്ങളും ലോകത്തിൽ ഒരു യുവജനവും ഒന്നിയേർന്ന് ദൈവത്തെ ആരാധിക്കുകയും തങ്ങളുടെ വിശ്വാസം പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ദിവസങ്ങൾ. അതെ വത്സല മക്കളെ, നമ്മൾക്ക് ദൈവത്തെ അനുകരിക്കുന്നവരാകാം, ദൈവത്തിന്റെ ആത്മാവിനാൽ തയ്യാറാകാം. ഒരു പേരിൽ എന്തിരിക്കുന്നു? ഈശോ എന്ന നാമം ഒരു സാധാരണ പദമല്ലേ. കേരളം മുഴുവൻ ആഞ്ഞടിച്ച യൗവനങ്ങളുടെ ആഴങ്ങളിൽ നെഞ്ചിൽ കുത്തിയ ഈ ഒരു വാക്യത്തെ ആസ്പദമാക്കി ഈ ഒരു ബുധനാഴ്ച മാതാവിൻ്റെ വലിയ 8 നോയമ്പിന്റെ ദിവസത്തോട് ചേർത്ത് വെച്ച് ഇതാ കടന്നു വരികയാണ് എൻ്റെ ഈശോ എന്ന ബി ക്രൈസ്റ്റിന്റെ ഈ എപ്പിസോഡ്. ഹൃദയങ്ങളെ സ്പർശിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്കെല്ലാവർക്കും നമ്മുടെ ബൈബിൾ എടുത്തും ബുക്കെടുത്തും മാതാപിതാക്കന്മാരും ടീനേജേഴ്സും യൗവനങ്ങളും ഒരുമിച്ച് ഈ ടിവിയുടെ മുമ്പിലേക്ക്, ഈ ടെലിവിഷന്റെ മുമ്പിലേക്ക് കടന്നു വരാം. ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനമേ, അല്ലയോ യൗവനമേ, വളരെ അനുഗ്രഹമാകുന്ന ഒരു വലിയ സമയമാണിത്. ഷെഖീന ചാനൽ, ഈ ടെലിവിഷൻ ചാനൽ പല ഭാഷകളിലേക്കും DTHിലേക്കും പറന്നുയരുന്ന ഒരു ക്രിസ്തുവാകുന്ന വലിയ സാന്നിധ്യം പ്രഖ്യാപിക്കുന്ന കൃപയിലേക്ക് വളരുവാൻ തുടങ്ങുന്ന ദിവസങ്ങൾ. ആത്മാവിന്റെ വലിയ സാന്നിധ്യത്താൽ ഇരുകരങ്ങളും ഒന്ന് മാറോട് ചേർത്ത് ആത്മാവായ ദൈവം
നമ്മളെ സ്പർശിച്ച് ഇനിയുള്ള കാലം ഒരു ക്രിസ്തുവാകണം. ആ വലിയ ബോധ്യത്തോടുകൂടി കണ്ണുകൾ ഒന്നടയ്ക്കാം. ശ്രദ്ധിക്കുക, ലോകത്തിലെ ഏത് വലിയ ഹീറോ ആണെങ്കിലും, ലോകത്തിലെ ഏറ്റവും വലിയ ഉന്നതനാണെങ്കിലും, ആ വ്യക്തിയെ ആരാധിക്കുന്ന ഒരാൾക്ക് ആ വ്യക്തിയെ അനുകരിക്കുവാൻ സാധിക്കുമെങ്കിലും ആ വ്യക്തിയാകുവാൻ സാധ്യതയില്ല. എന്നാൽ ലോക ചരിത്രത്തിൽ ലോകത്തെ കീഴ്മേൽ മറിച്ച കാലഘട്ടങ്ങളുടെ ഉടയവനായ ക്രൂശിതനായവനാൽ ഇന്ന് അനുഗ്രഹമാകുന്ന ദിവസമാണ്. ക്രൂശിതനെ അനുകരിക്കുന്നവർ ദൈവത്തെ നെഞ്ചിലേറ്റുന്ന ഒരു ക്രിസ്തുവായി മാറുന്ന വലിയ സാധ്യത, അത് ക്രിസ്തുവിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ബി എ ക്രൈസ്റ്റ്. ക്രിസ്തുവിനെ പോലെ നടക്കണം, ക്രിസ്തുവിനെ പോലെ ചിന്തിക്കണം, ക്രിസ്തുവിനെ പോലെ സംസാരിക്കണം. ഏത് പ്രശ്നങ്ങളിലും ഒരു ക്രിസ്തുവാകുന്ന യൗവനമേ നെഞ്ചും കൂടി വിരിച്ച് എനിക്കൊരു ദൈവമുണ്ട്, ആ ദൈവം കാലഘട്ടങ്ങളുടെ ഉടയവൻ, ചരിത്രത്തെ കീഴ്മേൽ മറിച്ചവൻ, രണ്ടായി മാറ്റിയവൻ എന്ന വലിയ ബോധ്യത്തോടുകൂടി ഇരുകരങ്ങളും ഒന്ന് മാറോട് ചേർത്ത് പിടിക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, നിന്റെ വലിയ സാന്നിധ്യം ഈ പ്രോഗ്രാമിന്റെ നടുവിൽ, ഈ ജനത്തിന്റെ നടുവിലേക്ക് കടന്നു വരട്ടെ. നീ ദൈവമാണ്, മരണത്തെ ജയിച്ചവൻ. നിന്നിൽ ആശ്രയിക്കുന്ന ഒരുവൻ പോലും, നിന്റെ മുഖത്ത് നോക്കുന്ന ഒരുവൻ പോലും നഷ്ടമാവില്ല. അവന്റെ മുഖത്തേക്ക് നോക്കുന്നവരെല്ലാം പ്രകാശിതരാവുന്ന. ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഭാരങ്ങൾ, നിങ്ങളുടെ വേദനകൾ, നിങ്ങളുടെ കൺഫ്യൂഷൻ, സംശയങ്ങൾ മുഴുവൻ ദൈവത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് ആത്മാവായ ദൈവം, ആത്മാവ ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവ ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ബി ക്രൈസ്റ്റ്. ക്രിസ്തുവിൻ്റെ കൂടെ നടക്കാൻ യൗവനങ്ങളെ ദൈവം നിങ്ങളെ ക്ഷണിക്കുകയാണ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായം 24-ാമത്തെ തിരുവചനം. പൗലോസ്ലീഹ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ ദൈവജനത്തെ, യൗവനങ്ങളെ ചിന്തിപ്പിക്കാൻ എഴുതി വയ്ക്കപ്പെട്ട ഒരു വചനം. ഞാൻ ദുർഭകനായ മനുഷ്യൻ, മരണത്തിന് അധീനമായ ഈ ശരീരത്തിൽ നിന്ന് എന്നെ ആര് മോചിപ്പിക്കും? ആറടി മണ്ണിൽ തീരാനുള്ള ഈ ശരീരത്തിൽ നിന്ന്, ഈ ശരീരത്തിൻ്റെ പ്രവണതകളിൽ നിന്ന് ആര് നമ്മെ രക്ഷിക്കും? ക്രിസ്തുവാണെന്ന് പൗലോസ്ലീഹ ഈ ലോകത്തിന് മുന്നിൽ യൗവനത്തിൻ്റെ ഇടനാഴികളിൽ പറഞ്ഞു വെച്ചതാണ്. എന്നിൽ ക്രിസ്തു ജീവിക്കുന്നുവെന്ന് അതിശക്തമായിട്ട് ഈ ലോകത്തിന് മുന്നിൽ പ്രഖ്യാപിച്ച വിശുദ്ധ പൗലോസ്ലീഹായുടെ തീഷ്ണത ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ. കുറേ നാളുകൾക്ക് മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ്, അച്ഛൻ്റെ മുറിയിലേക്ക് ഒരു വിജാതിയായ, ഒരു അക്രൈസ്തവയായ സ്ത്രീ ഓടി കരഞ്ഞു വന്നു. ആ സഹോദരി എന്നോട് ചോദിച്ചു, അച്ഛാ, എൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ മാറ്റാൻ അച്ഛന് പറ്റുമോ? അപ്പം ഞാൻ ചോദിച്ചു, ചേച്ചി എന്താ പ്രശ്നം? അച്ഛാ, എൻ്റെ ജീവിതം മുഴുവൻ പ്രശ്നങ്ങളാണ്. എൻ്റെ പ്രധാന കാരണം കടബാധ്യതയാണ്. പലിശക്കാരുടെ മുന്നിൽ ഞാൻ ഇന്ന് തളർന്നിട്ടാണ് വന്നിരിക്കുന്നത്. 4 മണിക്ക് മുമ്പ് എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ പുറത്താക്കപ്പെടുന്ന സമയമാണ്. എൻ്റെ മക്കളെയും കൊണ്ട് തെരുവിൻ്റെ ഏകാന്തതയിൽ ഞാൻ പോയി കരയേണ്ടി വരും.
എൻ്റെ അരികിലുള്ളൊരു സഹോദരി എന്നോട് പറഞ്ഞു, ആ പള്ളിയിൽ പോയിട്ട് അവിടെയുള്ള അച്ഛനോട് ചെല്ലുന്ന ചോദിച്ചാൽ എന്തെങ്കിലും സഹായിക്കും. സ്നേഹമുള്ളവർ, ഈ സഹോദരി എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്നത് നിസ്സാര കാര്യമല്ല. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പോലും വിചിന്തനം ചെയ്താൽ പോലും ലഭിക്കാത്ത അത്രമാത്രം കടബാധ്യത ഈ സഹോദരിയുടെ കയ്യിലുണ്ട്. സ്നേഹമുള്ളവരെ, ആ സമയത്ത് എൻ്റെ മാനസിക ബുദ്ധി കൊണ്ടോ എന്തുകൊണ്ടോ ഞാൻ ആ സഹോദരിയോട് പറഞ്ഞു, ചേച്ചി, ഞാൻ ഒരാളെ പരിചയപ്പെടുത്താം. ഒരു വിജാതീയ സ്ത്രീയാണ്, ഞാൻ ഒരാളെ പരിചയപ്പെടുത്താം. ആ വ്യക്തിക്ക് ചേച്ചിയുടെ ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അങ്ങനെ ആ സഹോദരിയും കൊണ്ട് ചാപ്പലിൽ എഴുന്നള്ളിച്ച് വെച്ചിരിക്കുന്ന ജീവിക്കുന്ന ഏക രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ മുന്നിൽ കൊണ്ടിരുത്തുകയാണ്. ആ ചേച്ചി എന്നോട് മുഖത്ത് നോക്കി ചോദിച്ചു, ആരാ ഈ ആള്? ഞാൻ പറഞ്ഞു, 2000 വർഷം മുമ്പ് കടന്നുപോയവനല്ല, ഇന്നും ഇവിടെ ഇരിക്കുന്നവനാ. ചേച്ചിയുടെ കാര്യങ്ങൾ പറയും, എന്തെങ്കിലും ഒരു വഴി കാണാതിരിക്കില്ല. സ്നേഹമുള്ളവരെ, ആ ചേച്ചി ഒരു ക്രൈസ്തവനോട് പറയുന്നേക്കാൾ വലിയ തീഷ്ണതയോട് അവിടെ മുട്ടുകുത്തി. ആ ചേച്ചി ഇന്ന് വരെ കണ്ടിട്ടില്ല. ഈ അപ്പത്തിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്നവൻ ഇന്നും ജീവിക്കുന്നവനാണെന്ന് പറഞ്ഞപ്പോൾ ആ ചേച്ചിയുടെ കണ്ണിൽ കണ്ടൊരു തീഷ്ണതയുണ്ട്. ആ ദിവ്യഗാനത്തിന് മുന്നിലിരുന്ന് കരയാൻ തുടങ്ങി. കുറേ നേരം പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ തിരിച്ച് എൻ്റെ മറ്റു ശുശ്രൂഷകൾക്കായി കടന്നുപോയി. അന്നേ ദിവസം 3 മണിയായപ്പോൾ ഞാൻ ആയിരിക്കുന്ന ഈ വചനകൂടാരത്തിൻ്റെ എൻ്റെ മുറിയുടെ മുന്നിൽ വാവിട്ട് കരയുന്നൊരു ശബ്ദം കേട്ടു, ഒരു സ്ത്രീയുടെ. ഞാൻ പുറത്തു വരുമ്പോൾ ഈ ചേച്ചി എന്നോട് പറഞ്ഞു, അച്ഛൻ്റെ ദൈവം യഥാർത്ഥത്തിൽ ജീവിക്കുന്ന ദൈവമാണ്. ഞാൻ ചോദിച്ചു, എന്താ കാരണം ചേച്ചി? അച്ഛാ, രാവിലെ 8 മണിക്ക് എൻ്റെ വീട്ടിലേക്ക് കയറി വന്ന പലിശക്കാരൻ ഞാൻ 3 മണിക്ക് വീട്ടിൽ ചെല്ലുമ്പോൾ കാത്തു നിൽക്കുകയാണ്. ഞാൻ വിചാരിച്ചു, ഇന്ന് എന്തായാലും വീട്ടിൽ നിന്ന് എൻ്റെ മക്കളെയും കൊണ്ട് പുറത്തിറങ്ങേണ്ടി വരും. എന്നാൽ അദ്ദേഹം മറ്റൊരു രീതിയിലാണ് എന്നോട് സംസാരിച്ചത്. ഒരു 2 ആഴ്ച കഴിയുമ്പോൾ എനിക്ക് ഈ പണം തന്നു വീട്ടിയാൽ മതി. ഈ സഹോദരി എന്നോട് ചോദിച്ചു, ഞാൻ ഇന്ന് വരെ കാണാത്തൊരു ദൈവത്തിൻ്റെ മുന്നിൽ ഞാൻ കരഞ്ഞപ്പോൾ, ഞാൻ ഇന്ന് വരെ കേൾക്കാത്തൊരു ദൈവത്തിൻ്റെ മുന്നിൽ ഞാൻ ഇന്ന് കരഞ്ഞപ്പോൾ 2 ആഴ്ചയ്ക്ക് എൻ്റെ ജീവിതത്തെ മാറ്റിമറയ്ക്കാൻ ആ ദൈവം ചെയ്ത പ്രവൃത്തി. രണ്ടാമത് ആ ചേച്ചിനോട് പറഞ്ഞ്, 2 ആഴ്ച കഴിയുമ്പോൾ അച്ഛാ ഞാൻ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു, ഇത് ഞാൻ പറഞ്ഞതല്ലല്ലോ, അപ്പത്തിലിരിക്കുന്നവൻ ഇപ്പോഴും അവിടെയുണ്ട്, പോയി ചോദിക്കുക. സ്നേഹമുള്ളവരെ, അന്ന് ഞാൻ ആ ചേച്ചിയെ അവിടെ ചെന്ന് അന്വേഷിച്ചൊന്നുമില്ല. പിറ്റേ ദിവസം രാവിലത്തെ ബലിയർപ്പണം കഴിഞ്ഞ് ദിവ്യകാരുണ്യ ഈശോയെ എടുത്തു വയ്ക്കുന്ന സമയത്ത് അവിടെ മുട്ടുകുത്തി കരയുന്നൊരു വിജാതീയ സ്ത്രീയെ ഞാൻ കണ്ടു. സ്നേഹമുള്ളവരെ, ആ സഹോദരി അവിടെ പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിക്കുക. 2 ആഴ്ച കഴിയുമ്പോൾ എൻ്റെ ജീവിതത്തെ മാറ്റിമറയ്ക്കാൻ കഴിയുന്നവൻ ഈ അപ്പത്തിനുണ്ട് എന്നുള്ളൊരു ബോധ്യം ആ ജീവിതത്തെ മാറ്റിമറച്ചു. സ്നേഹമുള്ളവരെ, അന്നും 3 മണിക്ക് ഞാൻ കേട്ടത് കരച്ചിലിനേക്കാൾ കൂടുതൽ അച്ഛാ ഞാൻ ദൈവത്തെ കണ്ടു എന്നുള്ളതാണ്. ഞാൻ മുറിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ആ ചേച്ചി എന്നോട് തൃശ്ശൂർ ഭാഷയിൽ ഒരു വാക്ക് പറഞ്ഞു, അച്ഛൻ്റെ ദൈവം അടിപൊളിയാണ്, അച്ഛൻ്റെ ദൈവം അടിപൊളിയാണ്. ഞാൻ ചോദിച്ചു, എന്താ ചേച്ചി? അച്ഛാ, എൻ്റെ കടബാധ്യത തീരാനുള്ള വഴി ഈ 2-ാം ദിവസം അച്ഛൻ്റെ ദൈവം, ഇപ്പോൾ എൻ്റെ ദൈവം കൂടിയാണ്, ആ ദൈവം എനിക്ക് നടത്തി തന്നു. എന്നിട്ട് ആ ചേച്ചി പറഞ്ഞത്, അച്ഛാ, എൻ്റെ വീടിൻ്റെ അയലക്കത്തുള്ള ഒരു കത്തോലിക്ക കുടുംബത്തിലൊരു സഹോദരി, അദ്ദേഹത്തിൻ്റെ ജീവിത പങ്കാളി മരിച്ചുപോയി, മക്കളില്ല, ഒത്തിരി സമ്പത്തുണ്ട്. ആരോ പറഞ്ഞെന്ന് എനിക്കറിയില്ല, എൻ്റെ ജീവിതത്തിലെ പ്രശ്നം മാറ്റാൻ ആ ചേച്ചിയുടെ വീടിൻ്റെ ആധാരം കൊണ്ടു തന്നിട്ട് എന്നോട് പറഞ്ഞു, നിന്റെ കടബാധ്യത മുഴുവൻ നീ മാറ്റിക്കോ. സ്നേഹമുള്ളവരെ, ആ ചേച്ചി പിന്നീട് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അച്ഛാ, ഈശോയുടെ മുന്നിൽ എപ്പോഴെങ്കിലും ആളില്ലാതെ വന്നാൽ, പരിശുദ്ധ കുർബാനയുടെ മുന്നിൽ ആളില്ലാതെ വന്നാൽ ഈ സഹോദരി അവിടെ ഉണ്ടായിരിക്കും. സ്നേഹമുള്ളവരെ, യേശു വിമോചകനാണ്. നമ്മുടെ ഈ ശരീരത്തെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ യേശുവിന് സാധിക്കും. മക്കളെ, ലോകം പറയുന്നതല്ല, നീ അനുഭവിക്കണം. നമുക്ക് മുന്നോട്ട് നോക്കുമ്പോൾ പ്രതിസന്ധികൾ ഒത്തിരി ഉണ്ടാകും. ജോലിയായിരിക്കാം, പഠനമായിരിക്കും, പ്രതിസന്ധികളായിരിക്കും. ഒരു നദി തുഴഞ്ഞു നീങ്ങാൻ ഒരു വഞ്ചിക്കാരൻ നിൽക്കുമ്പോൾ അദ്ദേഹം നോക്കുന്നത് എത്ര ദൂരം തുഴയണമെന്നാണ്. നമ്മളൊക്കെ ജീവിതത്തിൻ്റെ ഏകാന്തതയിൽ വേദനിച്ച് നിൽക്കുന്നത് ഇതുപോലൊരു തുഴക്കാരനെ പോലെയാണ്. എന്നാൽ സ്നേഹമുള്ളവരെ, ആ തുഴയാൻ നിൽക്കുന്ന വഞ്ചിക്ക് ഓളങ്ങൾ വരുത്താൻ ദൈവത്തിന് പറ്റും. ഇളം കാറ്റുകൊണ്ട് ഈ വഞ്ചി തുഴയുന്നതിനേക്കാൾ വേഗത്തിൽ ദൈവത്തിന് കൊണ്ടുപോകാൻ പറ്റും. അതാണ് യേശു ആകുന്ന അനുഭവം. അതുകൊണ്ട് സ്നേഹമുള്ള യൗവനങ്ങളെ,
ഇന്ന് ജീവിക്കുന്ന ദൈവം നിങ്ങളെ സ്പർശിക്കുക. ഇന്നു മുതൽ ഈ ആരംഭിക്കുന്ന ശുശ്രൂഷ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മഹത്വത്തിൻ്റെ കൃപയുടെ അഭിഷേകമാകാം. കരങ്ങളൊന്ന് കൂപ്പിപ്പിടിച്ച് സഭയുടെ കൂട്ടായ്മയോട്, യേശുവെന്ന നാമം അത് വിമോചനത്തിൻ്റെ നാമമാണ്. യേശുവെന്ന നാമം അത് രക്ഷയുടെ നാമമാണ്. യേശുവെന്ന നാമം അത് വിടുതലിൻ്റെ നാമമാണ്. കരങ്ങൾ കൂപ്പി കണ്ണുകൾ അടയ്ക്കുക. ആ വിജാതീയ സ്ത്രീക്കുണ്ടായിരുന്ന അതേ വിശ്വാസത്തിൻ്റെ ആഴത്തോടെ നീയും പ്രാർത്ഥിച്ച്, മാമോദീസ വെള്ളം നിന്റെ തലയിൽ വീണിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ജീവിക്കുന്ന ദൈവം ഇന്നുമുണ്ട്. കർത്താവായ ഈശോയെ, ബി ക്രൈസ്റ്റ് എന്ന ഈ ശുശ്രൂഷയെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ക്രൈസ്റ്റ് കൾച്ചർ ടീമും ഷക്കീന ടെലിവിഷനും ആരംഭിക്കുന്ന ഈ ജീവിക്കുന്ന ദൈവത്തിൻ്റെ നാമത്തിലുള്ള ശുശ്രൂഷ അനേകം ജീവിതങ്ങൾക്ക് ഒരു വിടുതലിൻ്റെ ആത്മീയ അഭിഷേകത്തിൻ്റെ കൃപയാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ എനിക്ക് ലഭിച്ച പൗരോഹിത്യം യേശുവെന്ന നാമത്തിൽ ലഭിച്ചതാണ്. ആ കൂട്ടായ്മയോടെ, സഭയുടെ കൂട്ടായ്മയോടെ ഇത് കാണുന്നവരും കേൾക്കുന്നവരും യേശുവെന്ന ഏക ദൈവത്തെ ലോകം മുഴുവനിലും പ്രഘോഷിക്കാൻ കൃപയാക്കട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ ശുശ്രൂഷ നയിക്കുന്നവരെയും ഇതിൽ പങ്കെടുക്കുന്നവരെയും ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ യോഹന്നാൻ 3:16 പറയുകയാണ്, തന്നിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുവാൻ തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. പ്രിയമുള്ളവരെ, ഒരുവൻ പോലും നശിച്ചു പോകാതിരിക്കുവാൻ ദൈവം നമ്മളെ അത്രമാത്രം സ്നേഹിച്ചു, തൻ്റെ ഏകജാതനെ നൽകിക്കൊണ്ട്. അവന്റെ പേരാണ് യേശു. നമ്മൾ സ്നേഹത്തോടെ വിളിക്കുന്ന ഈശോ അന്നും എന്നും അനന്തമാണ്, മരിക്കാത്തവൻ, ആൽഫയും ഒമേഗയുമാണ് അവൻ. എനിക്കെന്തെങ്കിലും വിഷമം വന്നാൽ ഞാൻ ആദ്യം വിളിക്കുന്ന പേര് ഈശോ. എനിക്ക് പ്രാണനാണവൻ, എൻ്റെ പ്രാണപ്രിയനാണവൻ. നമുക്കൊരുമിച്ച് വിളിച്ചപേക്ഷിക്കാം, പ്രാണപ്രിയൻ. പ്രാണപ്രിയ യേശുനാഥ, ജീവൻ തന്ന സ്നേഹമേ, നഷ്ടമായി പോയ എന്നെ ഇഷ്ടനാക്കി തീർത്ഥനാഥ. എന്റെ സ്നേഹം നിനക്കു മാത്രം, വേറെ ആരും കവരുകില്ല. എന്റേതെല്ലാം
മാത്രം എന്നെ മുറ്റും തരും നീതാ. എന്റെ സ്നേഹം നിനക്കു മാത്രം, വേറെ ആരും കവരുകില്ല. എന്റേതെല്ലാം നിനക്കു മാത്രം എന്നെ മുറ്റും തരും നീതാ. എന്റെ സ്നേഹം യേശുവേ അങ്ങേക്ക് മാത്രമാണ്, ആരും കവരുകയില്ല. യേശുവേ ഞാൻ അങ്ങയുടെ നാമം എന്റെ നെഞ്ചോട് ചേർത്ത് വയ്ക്കുക. കർത്താവേ എനിക്കെന്തെങ്കിലും വന്നാൽ, എനിക്കെന്തെങ്കിലും ദുഃഖം വന്നാൽ, വേദന വന്നാൽ, പ്രയാസങ്ങൾ വന്നാൽ എനിക്ക് വിളിക്കുവാൻ ഒരേ ഒരു നാമമേ ഉള്ളൂ, എന്റെ പ്രാണപ്രിയനായ ഈശോ. ഈശോ ഈശോ എന്ന് വിളിക്കുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന ആനന്ദം മറ്റാർക്കും നൽകുവാനായിട്ട് സാധ്യമല്ല. പൊന്നു തമ്പുരാൻ, എന്റെ ഈശോ എന്നിലേക്ക് കടന്നു വരണം. തള്ളപ്പെട്ട എന്നെ നിന്റെ പൈതലാക്കി തീർത്തുവല്ലോ. എന്റെ പാപം എല്ലാം പോക്കി എന്നെ മുഴുവൻ സൗഖ്യമാക്കി. തള്ളപ്പെട്ട എന്നെ നിന്റെ പൈതലാക്കി തീർത്തുവല്ലോ. എന്റെ പാപം എല്ലാം പോക്കി എന്നെ മുഴുവൻ സൗഖ്യമാക്കി. എന്റെ സ്നേഹം നിനക്കു മാത്രം, വേറെ ആരും കവരുകില്ല. എന്റേതെല്ലാം നിനക്കു മാത്രം എന്നെ മുറ്റും തരും നീതാ. എന്റെ ധനവും എന്റെ മാനവും നിന്റെ മഹിമയ്ക്കായി മാത്രമാണ്. എനിക്കുള്ളതല്ല, അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിക്കുകയാണ് കർത്താവേ. എനിക്കെന്തെങ്കിലും ദാനമായി നൽകിയിട്ടുണ്ടെങ്കിൽ ദൈവമേ അത് അങ്ങയുടെ ദാനം മാത്രമാണ്, എന്റെ കഴിവ് കൊണ്ടല്ല. ഈ ലോക ജീവിതവും ഞാനിപ്പോൾ ജീവിച്ചിരിക്കുന്നത് പോലും അങ്ങയുടെ മഹനീയമായ ദാനമാണ്. എന്റെ തമ്പുരാനെ, അവിടുത്തെ സ്നേഹത്തിന്റെ മുന്നിൽ ഞാൻ എന്നെ അടിയറ വയ്ക്കുകയാണ്. എന്റെ ധനവും മാനമെല്ലാം നിന്റെ മഹിമയ്ക്കായി മാത്രം. ലോകസ്നേഹം തേടുകില്ല, ജീവിക്കും ഞാൻ നിനക്കായി മാത്രം. എന്റെ സ്നേഹം നിനക്കു മാത്രം, വേറെ ആരും കവരുകില്ല. എന്റേതെല്ലാം നിനക്കു മാത്രം എന്നെ മുറ്റും തരും നീതാ. എന്റെ സ്നേഹം നിനക്കു മാത്രം, വേറെ ആരും കവരുകില്ല. എന്റേതെല്ലാം നിനക്കു മാത്രം എന്നെ മുറ്റും തരും നീതാ. നമുക്കൊരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം.
ദൈവം തന്ന ഈ ജീവിതത്തിന് തന്നെ നന്ദി പറയാം. എത്രയോ സുന്ദരമാണ് ഈ ജീവിതം. പ്രിയമുള്ളവരെ, എന്റെയും നിങ്ങളുടെയും ജീവിതം ദൈവം തന്ന ദാനമാണ് എന്ന് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിന്റെ ഭൂരിഭാഗവും ദൈവത്തിന് വേണ്ടി മാറ്റുവാൻ ഞാനും നിങ്ങളും വിളിക്കപ്പെട്ടവരാണ്. 17-ാമത്തെ വയസ്സിൽ പോട്ട ആശ്രമത്തിലേക്ക് ഒരു ശുശ്രൂഷകനായി കടന്നു വന്നവനാണ് ഞാൻ. അന്ന് പലരും എന്നോട് ചോദിച്ചു, പീറ്ററെ, ഈ സമയത്ത് കോളേജിലൊക്കെ പോയി അടിച്ചു പൊളിച്ച് നടക്കേണ്ട ജീവിതമല്ലേ പീറ്ററിൻ്റെത്? പീറ്റർ എന്തിനാണ് ഇങ്ങനെ ആത്മീയമായ രീതിയിലേക്ക് ഇപ്പോഴേ കടന്നു വന്നത് എന്ന് ചോദിച്ചു. എന്നാൽ അവരോടൊക്കെ എനിക്കൊരു ഉത്തരമേ പറയുവാനുള്ളൂ. എന്റെ ജീവിതത്തിൽ ഒന്ന് വിളിച്ചാൽ ഓടി വരുന്നവൻ ഒരുവനേയുള്ളൂ, അത് യേശു ക്രിസ്തുവാണ്. എന്റെ ജീവിതത്തിൽ എനിക്കെന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അത് യേശു ക്രിസ്തുവിന് വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ എന്റെ ജീവൻ ഇന്ന് ദൈവം വിളിച്ചാൽ ഞാൻ അങ്ങോട്ട് പോകേണ്ടവൻ തന്നെയാണ്. ഒരു നിമിഷം എൻ്റെ ആയുസ് നീട്ടിത്തരുവാൻ നിങ്ങൾക്കാകുമോ എന്നാണ് ഞാൻ അന്ന് പലരോടും ചോദിച്ചത്. ഇതുപോലെ ചോദിച്ച ഓരോ വ്യക്തിത്വങ്ങളോടും ഞാൻ ചോദിച്ചു, ഞാനൊന്ന് മരിച്ചു പോയാൽ എൻ്റെ ജീവിതം തിരികെ തരുവാൻ നിങ്ങൾക്കാകുമോ? അവർക്കൊന്നും മറുപടി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവം തന്ന ദാനമാണ് ഈ ജീവിതമെന്ന് മനസ്സിലാക്കി നമ്മൾ ചെയ്യേണ്ടത് ഒന്ന് മാത്രം, ദൈവരാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തു പറ്റും. നമ്മുടെ കഴിവുകളിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഞാനും നിങ്ങളും വിളിക്കപ്പെട്ടവരാണ്. അന്ന് ഞാൻ തീരുമാനമെടുത്ത് ഇന്നും ഈ നിമിഷം വരെയും ദൈവരാജ്യത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്താണ് പ്രിയമുള്ളവരെ മുന്നോട്ട് പോകുന്നത്. പ്രിയ യുവജനമേ, ഓർക്കുക, ഈ യുവപ്രായത്തിൽ നിനക്കെന്തെങ്കിലും ചെയ്യാൻ സാധിച്ചാൽ അത് കർത്താവിന്റെ തിരുസന്നിധിയിൽ എഴുതപ്പെട്ടിരിക്കും. ഒന്നിനും സന്തോഷം തോന്നാത്ത ദുർദിനങ്ങളും സമയങ്ങളും കടന്നു വരും. അത് വരുന്നതിന് മുൻപ് തന്നെ നീ നിന്റെ കഴിവുകൾ ദൈവരാജ്യത്തിന് വേണ്ടി വിനിയോഗിക്കുക. സഭാപ്രസംഗത്തിന്റെ പുസ്തകത്തിൽ പറയുക, ഒന്നിനും സന്തോഷം തോന്നാത്ത ദുർദിനങ്ങൾ കടന്നു വരും. ആ ദുർദിനങ്ങൾ കടന്നു വരുന്നതിന് മുൻപ് നിനക്ക് തന്നിരിക്കുന്ന ഈ ജീവിതം ദൈവരാജ്യത്തിന് വേണ്ടി കൊടുക്കുക. ഞാൻ അന്ന് തീരുമാനമെടുത്തു ദൈവത്തിന് വേണ്ടി എൻ്റെ കഴിവുകൾ കൊടുക്കുവാനായിട്ട്. അതിനുശേഷം എൻ്റെ കഴിവുകളിലൂടെ അനേകായിരം ഗാനങ്ങളാണ് കടന്നു വന്നത്. സാഗരങ്ങളെ ശാന്തമാക്കിയോ ശക്തനായവൻ കൂടെയുണ്ട്. ഇന്നും എൻ്റെ കൂടെയുണ്ട് നാഥൻ. ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല. ഞാൻ ചെയ്ത ഒരു ഗാനമാണ്. എഫ്രായിം, നീ എൻ്റെ വത്സലപുത്രൻ, പൊന്നോമന കുട്ടൻ നീ. ഇത് മറ്റൊരു ഗാനമാണ് ദൈവം തന്ന. ഒന്നു വിളിച്ചാൽ ഓടി എൻ്റെ അരികിലെത്തും, ഒന്നു സ്തുതിച്ചാൽ അവൻ എൻ്റെ മനം തുറക്കും, ഒന്നു കരഞ്ഞാൽ ഓമനിച്ചെന്നിഴി തുടയ്ക്കും. ഓ എത്ര നല്ല സ്നേഹമെൻ്റെ ഈശോ, ഓ എത്ര നല്ല സ്നേഹമെൻ്റെ ഈശോ. ഇത് ദൈവം തന്ന മറ്റൊരു ഗാനം. ഇസ്രായേലിൻ നാഥനായി വാഴുമേക ദൈവം, സത്യജീവമാർഗമാണു ദൈവം. ഭക്തനായി ഭൂമിയിൽ പിറന്നു സ്നേഹ ദൈവം, നിത്യജീവനെ ഇടുന്നു ദൈവം.
അബ്ബാ പിതാവേ ദൈവമേ, അവിടുത്തെ രാജ്യം വരേണമേ. അങ്ങേ പ്രിയമുള്ളവരെ, ഇതുപോലെ തുടങ്ങുന്ന ഏകദേശം 1500-ൽ പരം ഗാനങ്ങൾ ചെയ്യുവാനായിട്ട് സർവശക്തനായ ദൈവം എന്നിലൂടെ കൃപ ചൊരിഞ്ഞു. ഇതിന്റെ അർത്ഥം ഒന്നേ ഉള്ളൂ: ഞാൻ എൻ്റെ കഴിവുകൾ ദൈവരാജ്യത്തിന് വേണ്ടി മാറ്റിവെച്ചു. അതിനുശേഷം ദൈവം എന്നിലേക്ക് ചൊരിഞ്ഞ അനുഗ്രഹമാണ് ഈ ഗാനങ്ങളെല്ലാം. അതെന്റെ കഴിവുകളല്ല, മറിച്ച് ദൈവം എന്നിലേക്ക് ചൊരിഞ്ഞ അനുഗ്രഹത്തിൽ നിന്നുണ്ടായ റിസൾട്ട് മാത്രമാണെന്നാണ് എനിക്ക് പറയുവാനുള്ളത്. പ്രിയമുള്ളവരെ, ഈ റിസൾട്ടാണ് നമുക്കെല്ലാവർക്കും ദൈവരാജ്യത്തിന് വേണ്ടി കൊടുക്കാനുള്ളത്. നമ്മുടെ നാവിൽ ഒരേ നാമം മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ: ഈശോ. ഈശോ എന്ന് വിളിക്കുക, യേശു എന്ന് വിളിക്കുക. അവൻ വിളിച്ചാൽ നിന്റെ അടുക്കൽ കടന്നു വരുന്നവനാണ്. നീ വിളിച്ചാൽ വെളിപ്പുറത്ത് കടന്നു വരുന്നവനാണ്. അവനെല്ലാം അറിയാം. നമ്മുടെ എല്ലാ വിചാര ചിന്തകളും ദുഃഖങ്ങളും പ്രയാസങ്ങളും സന്തോഷങ്ങളും എല്ലാം അറിയാവുന്നവനാണ്. നമ്മുടെ ചിന്തകളും എല്ലാ പ്രവൃത്തികളും അറിയുന്നവനാണ്. നീ വിളിച്ചു, നീ ചെയ്ത പാപങ്ങൾ എല്ലാം ഏറ്റുപറഞ്ഞ് ആ ഈശോയുടെ തിരുസന്നിധിയിലേക്ക് കടന്നു വരിക. വലിയ റിസൾട്ടായിരിക്കും പിന്നീട് കടന്നു വരുന്നത്. വലിയ റിസൾട്ട്, നല്ല ഫലങ്ങൾ നിങ്ങളിലൂടെ പിന്നീട് ദൈവം ഈ ലോകത്തിന് നൽകും. ഞാൻ എൻ്റെ ഈ ജീവിത വഴിത്താരയിൽ, സംഗീത ജീവിത വഴിത്താരയിൽ കടന്നുപോയപ്പോൾ എന്നിലൂടെ കടന്നു വന്ന ഈ പാട്ടുകളെല്ലാം പിന്നീട് ദൈവജനം ഏറ്റുപാടുകയും അതുവഴി ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുകയും ചെയ്തു. പ്രിയമുള്ളവരെ, എല്ലാ ഗാനങ്ങളെ കുറിച്ച് പറയുവാനുള്ള സമയമില്ലാത്തത് കൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. ദൈവജനം പാടിയ ഈ ഗാനങ്ങളിലൂടെ ദൈവത്തിന്റെ കൃപകൾ കടന്നു വന്നു. അങ്ങനെ ഈ കൃപകളിലൂടെ പല വ്യക്തികളും മാനസാന്തരത്തിലേക്ക് കടന്നു വന്നു. ഈ മാനസാന്തരമാണ് ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുവാനായിട്ട് കാരണമായത്. പ്രിയമുള്ളവരെ, എനിക്ക് ഒരേ ഒരു സന്തോഷമുള്ളൂ: ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും നൽകിയാൽ അതിലൂടെ ഉണ്ടാകുന്ന ഫലങ്ങളിൽ നിന്ന് അനേകായിരങ്ങൾ അല്ലെങ്കിൽ അനേക ലക്ഷങ്ങൾ അല്ലെങ്കിൽ കോടാനുകോടി ജനങ്ങൾ ദൈവത്തിലേക്ക് കടന്നു വരുമ്പോൾ ഉണ്ടാവുന്ന റിസൾട്ടാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ആനന്ദകരമായ നിമിഷമായി മാറേണ്ടത്. എൻ്റെയും നിങ്ങളുടെയും ജീവിതം ഈശോയുടെ ദൈവരാജ്യത്തിന് വേണ്ടി മാറ്റിവെക്കുമ്പോൾ ഉണ്ടാകുന്ന റിസൾട്ട് ഇന്നെനിക്ക് പറയുവാനാണ്. അത് മാത്രമേ ഉള്ളൂ. പ്രിയമുള്ളവരെ, ഇടക്കാലത്ത് വെച്ച് ദൈവത്തിൽ നിന്ന് അകന്നുപോയിക്കൊണ്ട് ചില മേഖലകളിലേക്ക് മാറി ചിന്തിച്ചുകൊണ്ട് ചില ഗാനങ്ങൾ ഞാൻ ചെയ്തു നോക്കി. പക്ഷെ അതൊക്കെ പരാജയമായിരുന്നു. അതിലൊരു ഗാനമാണ് മഞ്ഞമന്ദാരം പൂത്തു മഞ്ഞക്കണിക്കൊന്ന പൂത്തു മഞ്ഞക്കിളിപ്പെണ്ണെ വാവാ ചൂളമടിക്കാൻ വാവാ. എന്നാൽ ഈ ഗാനം ആരും കേട്ടതുമില്ല, ആരും അത് പ്രോത്സാഹിപ്പിച്ചതുമില്ല. എനിക്ക് മനസ്സിലായി എൻ്റെ വിളിയും നിയോഗവും അവിടെയല്ല എന്ന്. പക്ഷെ ഞാൻ ആ ട്യൂൺ എടുത്തിട്ട് അതിന്റെ ലിറിക്സ് എല്ലാം മാറ്റി ബേബി ജോൺ കലയന്താനി ഇപ്രകാരം എഴുതി: കുഞ്ഞിളം കൈകൾ കൂപ്പി ഹല്ലേലൂയ ഞങ്ങൾ പാടാം, ഈശോയിൽ നീയൊന്നു വാവാ കൂടെ കളിക്കാൻ വാവാ. പിന്നീട് ഈ ഗാനം ദൈവരാജ്യത്തിന് വേണ്ടി നൽകിയപ്പോൾ അത് ഹിറ്റായി അനേകം വേദികളിൽ ഒത്തിരി ജനങ്ങൾ ആലപിക്കുകയും ചെയ്തു. പ്രിയമുള്ളവരെ, അവിടെ നിന്നും എനിക്കൊന്ന് മനസ്സിലായി, എൻ്റെ വിളിയും നിയോഗവും യേശു ക്രിസ്തുവിന് വേണ്ടി മാത്രമാണെന്ന്. അതുകൊണ്ട് പിന്നീട് അങ്ങോട്ട് ഞാൻ ഒരു
മേഖലയിലേക്ക് മാറി ചിന്തിച്ചിട്ടില്ല, മറ്റൊരു മേഖലയിലേക്കും പോയിട്ടില്ല. പല പല ചാൻസുകളും ഇന്ന് സിനിമാ ലോകത്ത് നിന്നും മറ്റു മേഖലകളിൽ നിന്നൊക്കെ കടന്നു വന്നെങ്കിലും പക്ഷേ ഞാൻ അതെല്ലാം സ്നേഹത്തോടെ നിരസിക്കുകയാണ് ചെയ്തത്. സിനിമാ മേഖല മോശമായതുകൊണ്ടൊന്നുമല്ല, പക്ഷേ എൻ്റെ വിളിയും നിയോഗവും ദൈവരാജ്യത്തിന് വേണ്ടി, യേശു ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുവാൻ വേണ്ടി മാത്രം വിളിക്കപ്പെട്ടതാണെന്ന് തിരിച്ചറിഞ്ഞ നിമിഷം മുതൽ ഞാൻ ഇന്നും അന്നും എൻ്റെ ജീവിതം നസ്രയനായ യേശു ക്രിസ്തുവിന് നൽകിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഈ യാത്രയിൽ നമുക്ക് ഒരുമിച്ച് ചേരാം പ്രിയമുള്ളവരെ. ഞാനും നിങ്ങളും ഒരുമിച്ച് ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കേണ്ടവരാണ്. നമുക്ക് പാടാം, അങ്ങേ പോലെ മറ്റാരുമില്ല. അങ്ങേ പോലെ മറ്റാരുമില്ല, അങ്ങേപ്പോലെ മറ്റാരുമില്ല. യേശുവേ യേശുവേ, അങ്ങേപ്പോലെ മറ്റാരുമില്ല. യേശുവേ യേശുവേ, അങ്ങേപ്പോലെ മറ്റാരുമില്ല, അങ്ങേപ്പോലെ മറ്റാരുമില്ല. ആരാധന 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 ആരാധന. തുല്യം ചൊല്ലാൻ ആരുമില്ലേ, അങ്ങെപ്പോലെ യേശുവേ. തുല്യം ചൊല്ലാൻ ആരുമില്ലേ, അങ്ങെപ്പോലെ യേശുവേ. ജീവനേ സ്വന്തമേ, അങ്ങേ മാറി ചായുന്നു ഞാൻ. ജീവനേ സ്വന്തമേ, അങ്ങേ മാറി ചായുന്നു ഞാൻ. ആരാധന 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 ആരാധന. Praise the Lord. Hallelujah. ഹല്ലേലൂയ. ഹായ് എവരി വൺ, എൻ്റെ പേര് അഖിൽ ജോയി, എൻ്റെ വീട് കോട്ടയത്താണ്. നമുക്കറിയാം, കോവിഡാണ്, ലോകം മുഴുവൻ പാൻഡമിക്കിൻ്റെ ലോക്ക് ഡൗണിലാണ്. നമ്മളെല്ലാവരും തന്നെ ഏത് രാജ്യത്തായാലും ഏത് നാട്ടിലായാലും വീട്ടിൽ അടച്ചിരിക്കുന്ന ഒരു സംഭവം. ജോലി ചെയ്യുന്നതും പഠിക്കുന്നതും റെസ്റ്റ് എടുക്കുന്നതും എല്ലാം ഓൺലൈനിലായൊരു സമയമാണ്. ഈ കഴിഞ്ഞ ദിവസം ഞാനും ഇതുപോലെ കൂടുതൽ സമയം ജോലി ചെയ്യുന്നുണ്ട്, അല്ലാത്ത സമയം എല്ലാം തന്നെ ഇങ്ങനെ ഓൺലൈനിലാകുമ്പോൾ കഴിഞ്ഞ ദിവസം റിലീസായ ഒരു സിനിമ ഫ്രണ്ട്സൊക്കെ ഭയങ്കരമായി കണ്ടിട്ട് റിവ്യൂ പറയുകയും സ്റ്റാറ്റസ് ഇടുകയൊക്കെ ചെയ്തപ്പോൾ കാണുവാനിടയായി. വീട്, കുടുംബ ബന്ധങ്ങൾ, അതുമായി റിലേറ്റ് ചെയ്യുന്ന ഒരു സിനിമ. ഞാൻ വളരെ കാഷ്വലായിട്ടാണ് കണ്ടത്, വളരെ സീരിയസ് ആയിട്ടൊന്നും എടുത്തില്ല. ഈ സിനിമ കണ്ടു,
അതിനുശേഷം ഞാൻ വീണ്ടും എൻ്റെ ദൈനംദിന കാര്യങ്ങളിലേക്ക്, ജോലിയും മറ്റു കാര്യങ്ങളിലേക്കും കടന്നു പോയെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ സിനിമ എന്നെ ബാധിക്കുവാൻ തുടങ്ങി. ആ സിനിമയിലെ ചില കാര്യങ്ങൾ എൻ്റെ ജീവിതത്തെ ചെറുതായി ഇങ്ങനെ ഇൻസ്പയർ ചെയ്യുവാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ചിന്തിച്ചു തുടങ്ങിയപ്പോൾ ശരിക്കും ആ സിനിമയിലെ ചില കാര്യങ്ങൾ എൻ്റെ ലൈഫുമായി, എൻ്റെ ഫാമിലിയുമായി ഒക്കെ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റി. അങ്ങനെ ആയതോടുകൂടി ചില കാര്യങ്ങളിൽ എനിക്കൊരു ബോധ്യം കിട്ടുകയും എൻ്റെ ചില ജീവിതത്തിൻ്റെ ശൈലിയിലും മറ്റു കാര്യങ്ങളിലും ചില ഒരു മാറ്റം വരുത്തുവാനുള്ള തീരുമാനങ്ങളിലേക്ക് വരെ ആ സിനിമ എന്നെ ഒന്ന് ഇൻസ്പയർ ചെയ്തു. അപ്പോഴാണ് ഞാൻ വേറൊരു കാര്യം ആലോചിച്ചത്. ഒരു സിനിമയ്ക്ക് ഇത്രയും ഇമ്പാക്റ്റ് എൻ്റെ ലൈഫിൽ ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് വരികിൽ മീഡിയ, സിനിമ മാത്രമല്ലല്ലോ മീഡിയ, എല്ലാ മീഡിയയും കൂടി ചേരുന്ന, നമ്മളെല്ലാവരും എപ്പോഴും ഓൺലൈനിലിരിക്കുന്ന ഈ മീഡിയയ്ക്ക് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എത്ര മാത്രം ഇമ്പാക്ട്സ് ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് ഞാൻ ചിന്തിച്ചു തുടങ്ങിയത് ആ സമയത്ത് നിന്നാണ്. ഇന്ന് നമുക്ക് നിരവധിയായ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഉണ്ട്, ന്യൂസ്, TV, ഓൺലൈൻ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ഇതെല്ലാം നമുക്ക് ആക്സസിബിൾ ആണ്. നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ഏറ്റവും കൂടുതൽ ഭാഗം ഒരുപക്ഷെ ഇന്ന് ഈ ഒരു ഏരിയയിലായിരിക്കാം സ്പെൻഡ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഇതിൽ സ്ട്രീം ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ നമ്മൾ കാണുന്ന കോണ്ടൻറ്റ് അത് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ഇന്നിപ്പോൾ ഈ പ്രോഗ്രാം നിങ്ങൾ കാണുന്നത് ഒരുപക്ഷെ കേരളത്തിൽ എവിടെയെങ്കിലും ഇരുന്നാവാം, ഇന്ത്യയിൽ എവിടെ ഇരുന്നെങ്കിലും ആവാം, അതുമല്ലെങ്കിൽ ലോകത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്തിരുന്ന് ലൈവായിട്ട് കാണുന്നുണ്ടാവാം. അല്ലെന്ന് വരികിൽ പിന്നീട് ഈ പ്രോഗ്രാമിൻ്റെ ഒരു ലിങ്ക് കിട്ടുമ്പോഴായിരിക്കാം നിങ്ങൾ കാണുക. എങ്ങനെയായാലും ഈ പ്രോഗ്രാമിന് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ദൈവം യേശു ക്രിസ്തുവിനെ അറിയാവുന്നത് കൊണ്ടും അവനെ നമ്മൾ സ്നേഹിക്കുന്നത് കൊണ്ടും, ഇല്ലെങ്കിൽ ഒന്ന് അറിയാൻ വേണ്ടിയോ ഒക്കെ ആവാം നമ്മൾ ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുക. യഥാർത്ഥത്തിൽ അങ്ങനെയെങ്കിൽ ആരാണ് യേശു, ആരാണ് ഈശോ എന്ന് നമ്മൾ എത്ര അധികമായി അറിയുകയും എത്രയോ പവർഫുള്ളായി ഈ കോണ്ടൻറ്റ് നമ്മൾ പറഞ്ഞ ഈ എല്ലാ മീഡിയകളിലും എത്തേണ്ടതുമല്ലേ എന്ന ഒരു ചിന്ത ഞാൻ ആദ്യം പറഞ്ഞ ആ സിനിമ കണ്ടതിന് ശേഷമുള്ള ചിന്തയുടെ ഒരു ബൈ പ്രോഡക്റ്റ് ആയിട്ട് വരികയുണ്ടായി. അതിനൊരു റീസൺ ഞാൻ പറയാം. നമ്മളൊക്കെ എന്തുകൊണ്ടാണ് വിശ്വാസികളായിരിക്കുക എന്ന് ചോദിച്ചാൽ വലിയൊരു ഭാഗം നമ്മൾ ക്രൈസ്തവനായി ജനിച്ചു എന്നതുകൊണ്ടും നമ്മുടെ പാരൻസ് നമ്മളെ ഒരു ക്രിസ്ത്യാനിയായി വളർത്തി എന്നതുകൊണ്ടുമാവാം. അങ്ങനെയെങ്കിൽ ഞാനും അങ്ങനെ തന്നെ കടന്നുപോയൊരു വ്യക്തിയാണ്. പക്ഷേ പിന്നീട് പഠനവും മറ്റു കാര്യങ്ങളും പോയ സമയത്ത് ഒരു എയ്ത്തിസത്തിൻ്റെ വഴികളിലൂടെ ഒക്കെ ഞാനും കടന്നുപോയി. ദൈവമൊന്നും വലിയ കാര്യമല്ല എന്ന് പറയുന്ന സമയത്ത് എനിക്ക് റിജക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു വ്യക്തി എൻ്റെ ലൈഫിൽ, ഞാൻ വളരെയേറെ ബഹുമാനിക്കുന്ന, സ്നേഹിക്കുന്ന എൻ്റെ ഒരു കസിൻ എന്നോട് പുള്ളിക്കാരി പാട്ടായിരിക്കുന്ന ഈ ക്രൈസ്റ്റ് കൾച്ചർ എന്ന് പറയുന്ന മിനിസ്ട്രിയുടെ ഒരു റിട്രീറ്റ് അറ്റൻഡ് ചെയ്യുവാൻ ആവശ്യപ്പെടുകയും അവൾ പറഞ്ഞതുകൊണ്ട് മാത്രം ആ റിട്രീറ്റ് അറ്റൻഡ് ചെയ്യുകയും ചെയ്ത ആളാണ് ഞാൻ റിട്രീറ്റ് അറ്റൻഡ് ചെയ്തു. അതെന്നിൽ വളരെ വലിയ വ്യത്യാസങ്ങളൊന്നും വരുത്തിയതായി എനിക്ക് തോന്നിയില്ല. ഞാൻ തിരികെ എൻ്റെ ജോലിയിലേക്കും കാര്യങ്ങളിലേക്കും പോയി. പക്ഷേ ഞാനങ്ങനെ വീണ്ടും ദൈവത്തിൽ വിശ്വസിക്കുക എന്ന് പറയുന്നത് കൊണ്ട്, വിശ്വസിക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് ഒരു പേരിന് ഒന്ന് ടെസ്റ്റ് ചെയ്യാം എന്ന് കരുതി ആണ് ദൈവത്തിൽ വിശ്വസിച്ച് തുടങ്ങുക. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കുറച്ച് കാലങ്ങൾക്ക് ശേഷം ദൈവം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് വളരെ കൃത്യമായി ഞാൻ തിരിച്ചറിയുന്നതിന് കാരണമായ ഒരു സംഭവം എൻ്റെ ജീവിതത്തിലുണ്ടായി. എൻ്റെ മറ്റൊരു കസിൻ കല്യാണം കഴിഞ്ഞ് പുള്ളിക്കാരി പ്രഗ്നൻ്റ് ആയിരുന്നു. ഒരു ദിവസം പുള്ളിക്കാരിയുടെ ഡെലിവറി ടൈമായി. ഒരു ദിവസം ഡെലിവറി കഴിഞ്ഞു, ഒരാൺകുഞ്ഞുണ്ടായി. കുഞ്ഞ് ആരോഗ്യവാനായിരിക്കുന്നു. നമുക്ക് ഫോട്ടോയൊക്കെ കിട്ടി, സന്തോഷമാണ്. കോട്ടയത്തൊരു ഹോസ്പിറ്റലിലാണ്. വളരെ സന്തോഷകരമായി പോയി. ഒരു വൈകുന്നേരമാണ് ഈ കുഞ്ഞുണ്ടാകുന്നത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴേക്കും നമുക്കൊരു വാർത്ത വരികയാണ്, ഈ കുഞ്ഞിന് ചില കോംപ്ലിക്കേഷൻസ് ഉണ്ട്, എല്ലാവരും പ്രാർത്ഥിക്കണം. അപ്പോൾ അമ്മയൊക്കെ പ്രാർത്ഥിക്കുന്നു. എന്നോട് പറഞ്ഞു, ഞാനത് അത്ര സീരിയസ് ആയിട്ടൊന്നും എടുത്തില്ല. എന്നാൽ അന്ന് ഉച്ചയായപ്പോഴത്തേക്കും അതിൻ്റെ അപ്ഡേറ്റഡ് ന്യൂസ് വന്നു. കോട്ടയത്ത് നിന്ന് എറണാകുളത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് കുഞ്ഞിനെ മാറ്റിയിരിക്കുന്നു. അപ്പോഴും പ്രാർത്ഥിക്കണം, എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓർത്തു ഇച്ചിരി വിഷയമാണല്ലോ എന്ന് ഞാനിങ്ങനെ ഓർത്തെങ്കിലും ഞാനതവിടെ വിട്ടു. അന്ന് വൈകുന്നേരം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 5 മണി സമയത്ത് വീണ്ടും വീട്ടിലേക്കൊരു കോൾ വരുന്നു. ഇങ്ങനെയാണ് പറയുന്നത്, 2 മണിക്കൂറിനകം ഈ കുഞ്ഞ് വിട പറയും.
എന്ന് പറയുന്ന ഒരു വിവരം നമുക്ക് കിട്ടുന്നു. വീട്ടിൽ എല്ലാവരും കരയുന്നു, കസിൻസ് അമ്മയെല്ലാം കരയുന്നുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി സീരിയസ് ആണ്, എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഓർത്തു, എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് വലിയ കാര്യമായിട്ട് വേണമെന്ന് തോന്നിയില്ലെങ്കിലും എന്നെ വേണമെന്ന് തോന്നുന്ന ഈ മിനിസ്ട്രിയിലുള്ളവരോടൊന്ന് പറയാം. അങ്ങനെ ഞാൻ ക്രൈസ്റ്റ് കൾച്ചർ എന്ന മിനിസ്ട്രിയിൽ ഈ ഒരു പ്രയർ റിക്വസ്റ്റ് കൊടുത്തു. അപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മിനിസ്ട്രിയിൽ നിന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അഖിലേ നമുക്ക് പ്രാർത്ഥിക്കാം, നമ്പർ താ, ഒന്ന് വിളിച്ച് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഈ പറയുന്ന ഈ കുഞ്ഞിൻ്റെ അപ്പൻ്റെ നമ്പർ കൊടുത്തു. എനിക്കറിയാം മിനിസ്ട്രിയിൽ നിന്ന് ഒരു ദൈവത്തിൻ്റെ ദാസൻ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ഇനി നമുക്കൊന്നും ചെയ്യാനില്ല എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞ സ്ഥിതിക്ക് ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈശോ അവന് ചെയ്യാൻ സാധിക്കും, അവനോട് പറയാം എന്ന് പറഞ്ഞു. അങ്ങനെ പറയുകയും ഈശോ അത്ഭുതം ചെയ്യാൻ കഴിയുന്നവനാണ്, ജീവിക്കുന്ന ദൈവമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. അതിനുശേഷം ഒരു 2 മണിക്കൂറാണല്ലോ ഡോക്ടേഴ്സ് പറഞ്ഞത്. 2 മണിക്കൂർ കഴിഞ്ഞു, ഒന്നും സംഭവിച്ചില്ല. ഒന്നും സംഭവിച്ചില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ കുഞ്ഞ് ഈ 2 മണിക്കൂറിനകം വിട പറഞ്ഞില്ല എന്നാണ്. പിന്നീട് പിറ്റേ ദിവസം വന്നു, ഡോക്ടേഴ്സ് പറഞ്ഞു നമുക്ക് ഹോപ്പുണ്ട്. നല്ല കാര്യം, സന്തോഷം. നമ്മൾ വീണ്ടും പ്രാർത്ഥന കൂട്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വീണ്ടും ഡോക്ടേഴ്സ് പറയുന്നു ഒരു ഇഞ്ചക്ഷൻ എടുക്കണം, അതിന് ഒരു ഡോസ് 1 lakh rupees ആണ്. അങ്ങനെ എനിക്ക് തോന്നുന്ന ഒരു 10 ഡോസസ് എന്തോ ഈ കുഞ്ഞിന് മൊത്തത്തിൽ എടുത്തു. അങ്ങനെ കാര്യങ്ങൾ കടന്നുപോയി. ഹോപ്പില്ല, കുഞ്ഞ് മരിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിടത്തു നിന്നും കുഞ്ഞ് സർവൈവ് ചെയ്യുന്ന സ്റ്റേജിലേക്ക് എത്തുകയും മുന്നോട്ട് പോവുകയും ചെയ്തു. അങ്ങനെ നമ്മളെല്ലാവരും അത്ഭുതകരം എന്ന് കരുതിയ ഈ ഒരു സാധ്യതയിൽ നിന്നുകൊണ്ട് ഒരു മാസം കഴിയുമ്പോഴേക്കും ഈ കുഞ്ഞ് പൂർണ്ണ ആരോഗ്യവാനായി ഡിസ്ചാർജായി വീട്ടിൽ പോകുന്ന സാധ്യതയിലേക്ക് എത്തി. വേണമെങ്കിൽ നമുക്കിങ്ങനെ പറയാം, നല്ല ചികിത്സ കൊടുത്തത് കൊണ്ടും നല്ല ഡോക്ടേഴ്സും പൈസയുള്ളത് കൊണ്ടൊക്കെയാണല്ലോ കുഞ്ഞ് ഹീലായതെന്ന്. ശരിയായിരിക്കാം. പക്ഷേ ഒന്നും ചെയ്യാനില്ല എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞിടത്ത് നിന്നും 1 ലക്ഷത്തിൻ്റെയോ 10 ലക്ഷത്തിൻ്റെയോ 18 കോടിയുടെയോ ആവട്ടെ മരുന്ന് ഇഞ്ചക്ട് ചെയ്താൽ ഈ കുഞ്ഞ് ക്യൂറാവും എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലേക്കുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പിൽ കൈവയ്ക്കുവാൻ സാധിക്കുന്നത് ഒരാൾക്ക് മാത്രമാണ്, ഈശോ ഫ്രം ബൈബിൾ. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കി, അന്ന് മുതൽ എനിക്ക് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലായി. ഈശോ എന്ന് പറയുന്നത് വെറും കഥയൊന്നുമല്ല. അവൻ ജീവിച്ചിരിക്കുന്നു. അവന് വേണ്ടി ആളുകൾ ഇങ്ങനെ അവനെ പ്രഘോഷിക്കുവാൻ നടക്കുന്നത് വെറുതെയല്ല. എത്ര വലിയ ദൈവം! 2 മണിക്കൂറിൽ മരിച്ചു പോകുമെന്ന് പറഞ്ഞൊരു കുഞ്ഞിനെ ഇന്നും പൂർണ്ണ ആരോഗ്യവാനായി ജീവനോടെ ഇരുത്തുവാൻ കഴിയുന്ന ദൈവം, ആക്റ്റീവായിട്ടുള്ള ദൈവം യേശു ക്രിസ്തു മാത്രമാണെന്ന് ഞാൻ തിരിച്ചറിയും. അന്ന് മുതൽ എൻ്റെ ലൈഫ് മുന്നോട്ട് പോയത് ഭയങ്കര രസമായിട്ടായിരുന്നു. ഞാൻ ഈ ദൈവത്തെ കൂടുതൽ അറിയുവാൻ ആഗ്രഹിച്ചു, പഠിക്കാനൊക്കെ തീരുമാനിച്ചു. എങ്ങനെയാ യേശു ക്രിസ്തുവിനെ കുറിച്ച് പഠിക്കുക? ഈ ബൈബിൾ അല്ലാതെ മറ്റൊരു മാർഗമൊന്നുമില്ല. ഞാൻ സീരിയസ് ആയിട്ട് ബൈബിൾ എടുക്കുവാനും വായിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെ തുടങ്ങി. അവിടുന്ന് അങ്ങോട്ട് ഇതുപോലുള്ള പല ഇൻസിഡൻസും എനിക്ക് കാണുവാനും കേൾക്കുവാനും ഒക്കെ പറ്റിയിട്ടുണ്ട്, അനുഭവിക്കുവാനും ഒക്കെ പറ്റിയിട്ടുണ്ട്. ശരിക്കും അങ്ങനെയെങ്കിൽ ഇത്ര പവർഫുള്ളായ ഈ ദൈവത്തെയല്ലേ എത്രയധികമായി നിന്ന് നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള ഈ കോണ്ടന്റുകളിലൂടെയെല്ലാം അവൻ പ്രഘോഷിക്കപ്പെടണം. അവൻ്റെ നാമം ഈശോ എത്രയധികമായി എത്തപ്പെടണം എന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ശരിക്കും ഈ ദൈവത്തിൻ്റെ ശക്തി അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തീക്ഷ്ണതയിൽ ഇങ്ങനെ തീവ്രതയോടുകൂടി ദൈവത്തെ സ്നേഹിക്കുവാനും എടുക്കുവാനും പറ്റും. തീക്ഷ്ണത വേണ്ടത് തീവ്രവാദിയാകുവാനല്ല, മറിച്ച് തീക്ഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജനിച്ച് യേശു ക്രിസ്തുവിനെ പോലെ ബി ക്രൈസ്റ്റ് ആകുവാനാണ്. ക്രിസ്തുവാകുവാനും മറ്റുള്ളവരുടെ ജീവിതത്തിൽ ക്രിസ്തുവിനെ കൊടുക്കുവാനുമാണ് നമ്മൾ തീക്ഷ്ണത പ്രാപിക്കേണ്ടത്. അതുകൊണ്ട് ഈ ഒരു ചുരുങ്ങിയ സമയം ഈ മെസ്സേജ് കേൾക്കുന്നവരോട് എനിക്ക് പറയുവാനുള്ളത്, നമ്മളെല്ലാം ഈ അഡ്വാൻസ്ഡ് ലോകത്ത് എല്ലാം ടെസ്റ്റ് ആൻഡ് വെരിഫൈ ചെയ്യുന്നവരാണല്ലോ. എൻ്റെ ലൈഫിൽ ഉണ്ടായതുപോലെ തന്നെ ഞാൻ നിങ്ങളോടും പറയുന്നു, ബ്ലൈൻഡായിട്ട് വേണ്ട. ഇന്ന് നമ്മൾ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ, ഒന്ന് ടെസ്റ്റ് ചെയ്യാം. ചുമ്മാ ഒന്ന് സീരിയസ് ആയിട്ട് യേശു ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊന്ന് എടുത്തു നോക്കാം. കർത്താവ് അത്ര നല്ലവനെന്ന് രുചിച്ചറിയുവനെന്നാണ് ബൈബിൾ പറയുക. നമ്മൾ ഒന്ന് അവനെ ടെസ്റ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ വെരിഫൈ ചെയ്യാൻ ഈശോ തയ്യാറാണ്. ജീവിക്കുന്ന ദൈവമായ ആ യേശു ക്രിസ്തുവിനെ നമുക്ക് നമ്മുടെ ജീവിതത്തിലെടുത്ത് മുന്നോട്ട് പോകാം. ഒന്ന് ടെസ്റ്റ് ചെയ്യാം,
ദൈവം നമ്മളെ അതിന് സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരങ്ങളിലേക്കെല്ലാം കൊടുത്തുകൊണ്ട് ഗോഡ് ബ്ലസ്. ദിനവും യേശുവിൻ്റെ കൂടെ, ദിനവും യേശുവിൻ്റെ ചാരേ, ദിനവും യേശുവിൻ്റെ കൂടെ, ദിനവും യേശുവിൻ്റെ ചാരേ, പിരിയാൻ കഴിയില്ലെനിക്ക് പ്രിയനേ യേശുനാഥ, പിരിയാൻ കഴിയില്ലെനിക്ക് പ്രിയനേ യേശുനാഥ. നമുക്കെല്ലാവർക്കും റെഡിയാകാം. ദൈവത്തിന്റെ വലിയ കരവിരുതിന ഇരുകരങ്ങളും മാറോട് ചേർന്ന് ആത്മാവിന്റെ വലിയ ബോധ്യത്തോടുകൂടി യേശുവിന്റെ കൂടെ, ഈശോ ഈ നാമം സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ യേശുവേ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ യേശുവേ, ദിനവും യേശുവിൻ്റെ കൂടെ, ദിനവും യേശുവിൻ്റെ ചാരേ, ദിനവും യേശുവിൻ്റെ കൂടെ, ദിനവും യേശുവിൻ്റെ ചാരേ, പിരിയാൻ കഴിയില്ലെനിക്ക് പ്രിയനേ യേശുനാഥ, പിരിയാൻ കഴിയില്ലെനിക്ക് പ്രിയനേ യേശുനാഥ. നേസിக்கிறേ, നേസിக்கிறേ, നേസിக்கிறേ സയ്യാ, നേസിக்கிறേ, നേസിக்கிறേ, നേസിக்கிறേ സയ്യാ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ യേശുവേ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ യേശുവേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ ബി ക്രൈസ്റ്റ് ഒരു ക്രിസ്തുവാകുക പ്രാധാന്യമേറിയ കാര്യമാണെന്നുള്ള ബോധ്യത്തോടു കൂടി നമ്മുടെ ദൈവത്തിന്റെ ആത്മാവിലേക്ക് നമുക്ക് ചേർന്നിരിക്കാം. ഒരു പേരിൽ എന്തിരിക്കുന്നു? ഈശോ. ബൈബിള് പറയുക, ഈ നാമത്തിന് മുമ്പിൽ സകല മുട്ടും മടങ്ങും, സകല നാവുകളും പാടും. യേശു മാത്രം ശക്തനാണ്, ധീരനാണ്, സൃഷ്ടാവാണ്, ദൈവമാണ് എന്ന വലിയ ബോധ്യത്തോടു കൂടി ആരാണവൻ, എന്താണവൻ, നമ്മൾ എങ്ങനെ അവനെ സ്വീകരിക്കണം എന്ന വലിയ ബോധ്യത്തോടു കൂടി ഇന്നത്തെ ദിവസം കടന്നു പോവുകയാണ്.
ലോകം കണ്ടതില് ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനായി ലോകത്തിൽ അലയടിച്ചത് ഈ ഒരു ചെറിയ ക്വസ്റ്റ്യനാണ്. ഡസ് ഗോഡ് എക്സിസ്റ്റ്? ദൈവമുണ്ടോ? ഈ ചോദ്യമാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡായി ലോകജനത്തിന് നടുവിൽ കടന്നു വന്ന ചോദ്യം. ഈ ചോദ്യത്തിന് പകരം വെക്കുവാൻ നിരവധി പേർ, ദൈവമില്ലെന്ന് തെളിയിക്കുവാൻ നിരവധി പേർ, ബിഗ് ബാങ് തിയറിയും എവല്യൂഷണറി തിയറികളും ഇന്നിന് ലോക ചരിത്രത്തിന് നടുവിൽ നിരവധി പഠനങ്ങളും, അങ്ങനെ ലോകത്ത് എത്തിസം എന്ന ഒരു ശാഖയായി വളരുന്ന, ഒട്ടും സയന്റിഫിക് എന്ന് തോന്നാത്ത വിധം സയൻസിനെ ആപ്ലിക്കേഷനിൽ വിട്ടുകൊടുക്കുന്ന ശാഖകൾ വരെയുണ്ടായി. ശ്രദ്ധിക്കുക യൗവനമേ, അന്നും ഇന്നും യേശു ആൾക്കൂട്ടത്തിൽ തനിയെയാണ്. യുദ്ധമെതിരെ എല്ലാ സമയത്തും ക്രിസ്തുവിനെതിരെ കടന്നു വന്നിട്ടുണ്ട്. ആ പേരിനെതിരെ, ആ വ്യക്തിത്വത്തിനെതിരെ, ആരാണ് ദൈവം എന്നുള്ള ചോദ്യത്തിനെതിരെ ലോകത്തിൽ എന്നും യുദ്ധമായിരുന്നു. എന്നാൽ ദൈവമുണ്ടോ എന്ന ചോദ്യത്തിനപ്പുറം ആത്മീയ ലോകത്ത് ഏറ്റവും സ്പർശിക്കപ്പെടുന്ന ചോദ്യമായി കടന്നു വന്നത് ഹൂ ആർ യു ജീസസ്? യേശു ആരാണ് എന്നൊരു ചോദ്യമാണ്. പ്രിയ ദൈവജനമേ, ദൈവമില്ല എന്ന് വിധി എഴുതുമ്പോഴും എൻ്റെ വ്യക്തി ജീവിതത്തിൽ എനിക്കൊരു നെഗറ്റീവായ ഒരു പ്രശ്നം കടന്നു വരുമ്പോഴും ദൈവം ഒരു കഥയാന്ന് വിധി എഴുതുമ്പോഴും, സെക്കൻഡ് വേൾഡ് വാറിന്റെ ടൈമും ഹിരോഷിമ നാഗസാക്കിയിലും ലോകത്ത് കോവിഡ് പോലെ സ്പാനിഷ് ഫ്ലൂ പടന്നു കയറുമ്പോഴും വിയറ്റ്നാം യുദ്ധത്തിന്റെ നടുവീതികളിലും യേശു വ്യക്തിപരമായി ജീവനുകളെ തൊട്ടിട്ടുണ്ട്. മനിലയിൽ ഫിലിപ്പീൻസിൽ നടക്കുന്ന ആഭ്യന്തര യുദ്ധ കാലഘട്ടത്തിൽ ഒരു കൂട്ടം സൈനികർ കടന്നു പോകുമ്പോൾ എതിരെ വന്ന ബോംബർ വിമാനങ്ങളുടെ നടുവിൽ ചെറുപ്പക്കാരായ സൈനികർ നിലവിളിച്ചു, ഇനി മുന്നോട്ട് യാത്രയില്ല, ജീവൻ നഷ്ടമാവുകയാണ്. മരണമുറപ്പിച്ചു. വീട്ടിലായിരിക്കുന്ന മാതാപിതാക്കന്മാരും ജീവിത പങ്കാളികളും കുഞ്ഞുങ്ങളും ഹൃദയത്തിലെടുത്ത് മരണത്തിലേക്ക് പോകുമ്പോൾ മുമ്പിൽ നിന്ന് ലീഡ് ചെയ്യുന്ന വ്യക്തി വിളിച്ചു പറഞ്ഞു, നമുക്ക് കരമുയർത്താം. ചുറ്റോട് ചുറ്റും നിന്നവർ ഇരുകരങ്ങളും ഉയർത്തി. ഈ സമയം അവൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, അത്യുന്നതന്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവൻ, ദൈവത്തിന്റെ തണലിൽ ജീവിക്കുന്നവൻ ഭാഗ്യവാൻ. ഉയർന്നു വരുന്ന അങ്ങ് ദൂരേന്ന് എവിടെയോ വെളുത്ത ആകാശത്തിന്റെ ആ ഒരു വലിയ ആഴത്തിന് നടുവിൽ ഉയരുവാൻ പറന്നുയർന്ന് തങ്ങൾക്കെതിരെ വരുന്ന ബോംബർ വിമാനങ്ങളെ യോക്കി അവരിങ്ങനെ വിളിച്ചു പറഞ്ഞു, യേശുവേ. ചരിത്രം വിധിയെഴുതി. ഒന്നിനു പുറകെ ഒന്നായി വന്ന ബോംബർ വിമാനങ്ങൾ ഈ സൈന്യത്തിൽ നിന്ന് വഴിമാറിയും നിലത്തു പതിച്ചും അവർ ജീവനിലേക്ക്. പ്രിയ ദൈവജനമേ, ആരാണ് യേശു? ആരാണവൻ? അവൻ ആരെന്ന് യൗവനമേ തിരിച്ചറിയുന്നില്ലെങ്കിൽ ജീവിതം നഷ്ടമാണ്. എന്റെ ജീവൻ ഞാൻ കണ്ടെത്തണമെങ്കിൽ
എൻ്റെ ജീവന്റെ ജീവനായ അതിൻ്റെ ഉടയവനായ യേശുവിനെ ഞാൻ അറിയണം. Who are you God? അതാരെന്നറിയാത്തവൻ യേശു വെറുമൊരു നാമമാണ്. ചിലർ പറഞ്ഞു അവനൊരു വിപ്ലവകാരിയായിരുന്നു. ഇസ്രയേലിൽ ജനിച്ചവൻ ഒരിക്കൽ പോലും റോമൻ സാമ്രാജ്യത്തിനെതിരെ ഒരു വിപ്ലവം കൽപ്പിച്ചതായി ബൈബിളോ ചരിത്രമോ വിധി എഴുതുന്നില്ല. ചിലർ പറഞ്ഞു ഒരു നല്ല മനുഷ്യൻ. സത്യമാണ്, അവൻ നല്ല മനുഷ്യൻ തന്നെയായിരുന്നു. മറ്റു ചിലർ പറഞ്ഞു ഒരു പ്രവാചകൻ. നിരവധി പ്രവചനങ്ങൾ ക്രിസ്തുവിലൂടെ പൂർത്തീകരിക്കപ്പെട്ടെങ്കിലും ക്രിസ്തുവായി പ്രവചിക്കപ്പെട്ടത് പഴയ നിയമ പ്രവാചകരെ നോക്കിയാൽ കുറവാണ്. ദൈവത്തിന്റെ യൗവനമേ, ആരാണവൻ? മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 13-ാം വാക്യം. കേസറിയ ഫിലിപ്പി പ്രദേശത്തുകൂടി യേശു നടന്നു പോകുമ്പോൾ ശിഷ്യന്മാരോട് ചോദിച്ചു, മനുഷ്യപുത്രൻ ഞാൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുന്നത്? അവർ പറഞ്ഞു, അന്നും ഇന്നും ഇതേ ചോദ്യം ഈ വായുവിൽ, എയറിൽ ഫില്ല് ചെയ്ത് കിടക്കുകയാണ്. ചോദ്യം ചോദിക്കുന്നത് വ്യക്തിത്വങ്ങളല്ല, ചോദിക്കുന്നത് ചോദ്യത്തിന്റെ ഉടയവൻ അതിന്റെ ആൻസർ തേടുന്നത് അവൻ ആരെന്ന് തിരിച്ചറിയാനാണ്. അവൻ ചോദിച്ചു, ഞാൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്? അവർ പറഞ്ഞു, ജോൺ ദ ബാപ്റ്റിസ്റ്റ്, സ്നാപക യോഹന്നാൻ. മറ്റു ചിലർ പറഞ്ഞു ഏലിയ, വേറെ ചിലർ പറഞ്ഞു ജെറമ്യ, പ്രവാചകന്മാരിൽ ഒരുവൻ എന്നൊക്കെ പറഞ്ഞു. അവൻ അവരോട് ചോദിച്ചു, forget about all these matters. I just want you ask only one thing. എന്താണ് അവൻ ചോദിച്ചത്? ഞാൻ ആരെന്നാണ് യൗവനമേ നീ പറയുന്നത്? എന്താൻസറും എടുത്തോ, എന്താൻസറും. പക്ഷെ ഒരു കാര്യം ഓർത്തു, റിയൽ ആൻസർ ലോകത്തിലെ യൂണിവേഴ്സിറ്റികൾക്കോ, ലോകത്തിലെ ബുക്കുകൾക്കോ, ലോകത്തിലെ സയൻസിനോ ഒന്നിനും തരാനാവില്ല. രാജാക്കന്മാർ, ലോകത്തെ കീഴ്മേൽ മറിച്ചവർ, ലോകത്തിന്റെ ഓൾമോസ്റ്റ് 70% കോൺക്രീ ചെയ്ത അലക്സാണ്ടർ ദ ഗ്രേറ്റിന് പോലും ഞാൻ ഒന്നുമില്ലാതെ വന്നു, ഒന്നുമില്ലാതെ പോകുന്നു എന്ന് മാത്രമാണ് പറയുവാൻ പറ്റിയത്. പല ദൈവങ്ങളിൽ ഒരാൾ. ആൻസറുകൾ വരികയാണ്. ഞങ്ങളുടെ വീട്ടിൽ പലർക്കും ഇങ്ങനെയൊക്കെ പേരുണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെ മക്കളെ ശ്രദ്ധിച്ചോണം. ദിസ് ഇസ് 11 kV ലൈൻ. ആറ്റം ബോംബിനേക്കാൾ ശക്തിയേറിയതാണ്. അവൻ ചോദിച്ചു, ആരാണ് ഞാൻ? നിങ്ങൾ എന്താണ് പറയുക? എനിക്കിപ്പോഴും മനസ്സിലാക്കാൻ പറ്റും അവന്റെ ഉള്ളിലെ കള്ളച്ചിരി. ലോകമേ, ആവിഷ്കാര സ്വാതന്ത്ര്യമേ, ലോകത്തിലെ കലകളെ നിങ്ങൾക്ക് തിരിച്ചറിയാനാവില്ല. തിരിച്ചറിയണമെങ്കിൽ അത് പിതാവായ ദൈവം വെളിപ്പെടുത്താതെ ഒരുവനും മനസ്സിലാവില്ല. തർക്കിക്കാം, ഡിസ്കസ് ചെയ്യാം, ടോപ്പിക് എടുക്കാം, മനസ്സിലാവില്ല. പത്രോസ് എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, ഇങ്ങനെയാണ് പറഞ്ഞത്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്.
ഷെയ്ക്കാൻഡ് കൊടുത്ത് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കേണ്ട ദൈവം മുകളിലോക്കിട്ട് നോക്കിയിട്ട് പറഞ്ഞു, ഇറ്റ്സ് കമ്മിങ് ഫ്രം ഹെവൻ. ഇതൊരിക്കലും നിനക്ക് പറയാനാവില്ല. യൗവനമേ, ഈ നാമം ഉച്ചരിക്കാൻ തന്നെ ഈ നാവിന് പോരാ സാധ്യതയും വിശുദ്ധിയും വിവേകവും. ഒരു എയർപോർട്ടിൽ അടുത്ത ട്രാവലിങ്ങിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ഒരു ഫോറസ്റ്റ് കൺട്രി, 99% അക്രൈസ്തവ രാജ്യം. അവിടെയുള്ള 2-3 പള്ളികൾക്ക് വേണ്ടിയുള്ള ഒരു പ്രോഗ്രാം. അവിടുത്തെ ഇംഗ്ലീഷ് പ്രോഗ്രാമും കഴിഞ്ഞ് ഞാൻ ഇറങ്ങി വരുമ്പോൾ തിരിച്ച് പറക്കുവാൻ നിൽക്കുന്ന എയർപോർട്ട്. ആളുകൾ പല കാര്യങ്ങൾ വ്യാപൃതർ. ബുക്ക് വായിക്കുന്നു, ചിലർ മൊബൈലിൽ എന്തൊക്കെയോ കണ്ടുകൊണ്ടിരിക്കുന്നു, ചിലർ സംസാരിക്കുന്നു, ചിലർ കുടുംബമായി എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒറ്റയ്ക്കായതിനാൽ ഞാൻ ആ കസേരയിൽ അങ്ങനെ ചാരിയിരുന്നു. ഫ്ലൈറ്റ് ബോർഡിംഗ് ടൈം അടുത്ത സമയത്ത് ഒരു പെൺകുട്ടി കടന്നു വരുന്നു. അവളുടെ കൈകളിൽ നിരവധി പേപ്പേഴ്സ്, ഫയൽസ് ഒക്കെ ഉണ്ട്. എനിക്ക് കാര്യം മനസ്സിലായി. അന്നത്തെ ഫ്ലൈറ്റിൻ്റെ ആ ഒരു കാര്യങ്ങൾ മുഴുവൻ ഡീൽ ചെയ്യുന്നത് ഇവളാണ്. എന്തായാലും ആകസ്മികം എന്ന് പറയുന്ന ആക്സിഡൻ്റലി ഇവൾ അടുത്തു വന്നിരുന്നു. ഞാനിവളെ ചുമ്മാ ഒന്ന് ശ്രദ്ധിച്ചു. അവൾ എന്തൊക്കെ എഴുതുന്നു എന്ന് തോന്നിയ സമയം എനിക്കൊരു അത്ഭുതം കാണാൻ പറ്റി. ഈ പേപ്പർ മുഴുവൻ നനഞ്ഞിരിക്കുകയാണ്. അത്ഭുതമെന്ന് പറഞ്ഞത്, വളരെ ഒരുങ്ങി വളരെ കാത്തിരിക്കുന്ന പെൺകുട്ടി അവളുടെ പേപ്പറുകൾ മുഴുവൻ നനഞ്ഞ് കുതിർന്നിരുന്നു. പയ്യെ പയ്യെ അവൾ ഏങ്ങലടിക്കുന്നു. ആളുകൾ ആരും ശ്രദ്ധിക്കുന്നൊന്നുമില്ല. കുറച്ച് പേർ മാത്രം നോക്കുന്നു, പക്ഷേ അവർ മൈൻഡ് ചെയ്യുന്നില്ല. എൻ്റെ തൊട്ടടുത്തായതുകൊണ്ട് എന്ത് സംസാരിക്കണമെന്നറിയാതെ ഞാൻ അവളെ ഇങ്ങനെ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചു. ഈ സമയം ഇങ്ങനെ ദൈവം റിവീൽ ചെയ്യുകയാണ്. അവളുടെ ലൈഫിൽ അവൾ കടന്നു പോകുന്ന ഒരു വീട്ടിലെ പ്രശ്നവും, അവൾക്ക് മരിക്കണമെന്നുള്ള ആഗ്രഹവും, അവളുടെ വീട്ടിൽ അവളുടെ കുടുംബത്തിലുള്ള ഒരാളുടെ രോഗവും, അവൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ. ഞാൻ അറിയാതെ അവളെ ഇങ്ങനെ വിളിച്ചു, ഹലോ പറഞ്ഞ് അവളോട് പറഞ്ഞു, ജീസസ് ലവ്സ് യു. അവൾ എന്നെ സ്റ്റെയർ ചെയ്ത സമയം കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ ഒന്നൊന്നായി അവളുടെ മുമ്പിൽ റിവീൽ ചെയ്തു. പൊട്ടി പൊട്ടി കരയാൻ തുടങ്ങി. അവളുടെ ലൈഫ് ഇങ്ങനെ ദൈവം ഓപ്പൺ ചെയ്തു. ഈ സമയം അവൾ ചോദിച്ചു, ഹൂ ആർ യു? നീ ആരാ? ഞാൻ പറഞ്ഞു, നസ്രാനായ യേശു നിന്നോട് പറയുവാൻ ആവശ്യപ്പെട്ട കാര്യങ്ങൾ പറയുവാൻ വന്നൊരു മനുഷ്യൻ. അവൾ പറഞ്ഞു, ഞാൻ ഇതുവരെ ഈ ഒരു വ്യക്തിയെക്കുറിച്ച് വല്ലപ്പോഴും കേട്ടതല്ലാതെ എന്താണെന്ന് അറിയത്തില്ല. ഈ വ്യക്തിക്ക് ഇവൻ ദൈവമാണോ? ചുരുങ്ങിയ സമയത്തിൻ്റെ സുവിശേഷം. അവളുടെ ലൈഫ് മാറി മറിഞ്ഞു. അവൾ ഹീലായി. അവൾ കരച്ചിൽ നിർത്തി. അവൾ തൻ്റെ ഇടത്തോടെ നെഞ്ചു വിരിച്ച് ചോദിച്ചു, ഈ ദൈവത്തെ സ്വീകരിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? റോമ 10:9 യേശു ദൈവമാണെന്ന്, കമാൻ, യേശു ദൈവമാണെന്ന് ഹൃദയത്തിൽ വിശ്വസിച്ച് അധരങ്ങൾ കൊണ്ട് പ്രഖ്യാപിക്കുക. കരഞ്ഞ് കണ്ണുനീര് വീണ പേപ്പർ അവിടെ വെച്ചിട്ട് അവൾ നെഞ്ചും കൂടിൽ കൈവച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, യേശു എൻ്റെ ദൈവമാണ്. 5-10 മിനിറ്റ് ഞാൻ പിന്നെ അന്ന് അവളെ കണ്ടിട്ടുള്ളൂ. ഫ്ലൈറ്റിൽ സീറ്റ് ഒരുക്കി അകത്ത് കയറ്റിയിരുത്തുമ്പോൾ അവൾ പറഞ്ഞ വാക്യം ഇതാണ്, The God is a powerful God, an awesome God. I accept him as my personal savior. എന്നോട് ഇതുവരെ ഒരാൾ ഇങ്ങനെ സംസാരിച്ചിട്ടില്ല. ഒരു വ്യക്തിക്ക് എൻ്റെ അകം കാണാൻ പറ്റിയിട്ടില്ല.
വിശ്വസിക്കുന്നു, ഏറ്റെടുക്കുന്നു. മതം മാറിയില്ല, ജാതി മാറിയില്ല. അക്സെപ്റ്റ് ചെയ്തു ദൈവത്വം, ഡിവിനിറ്റി ഓഫ് ഗോഡ്. ഒരു ദിവസം ഒരു ഫോൺ കോൾ, എൻ്റെ ഒരു ഫ്രണ്ട് മുഖേന കടന്നു വന്ന ഫോൺ കോളിൽ അതർ സൈഡിൽ നിൽക്കുന്ന ചെറുപ്പക്കാരൻ്റെ പേര് ബോബി. 6 വർഷമായി ബെഡിൽ കിടപ്പ് രോഗി. ഈ വ്യക്തി വിളിച്ചിട്ട് പറഞ്ഞു, ഒന്ന് പ്രാർത്ഥിക്കാമോ? പ്രോബ്ലം ഇതായിരുന്നു, ഐലാഷിന് ക്യാൻസേഴ്സ്, കൺപോളയ്ക്ക് ക്യാൻസർ. ലക്ഷങ്ങളിൽ ഒരാൾക്കോ 2 പേർക്കോ മാത്രം വരുന്ന രോഗം. ക്യാൻസർ, കീമോ, ബൈ പ്രോഡക്റ്റായി കാഴ്ച നഷ്ടപ്പെട്ടു, കുറഞ്ഞു. അതിൻ്റെ ബൈ പ്രോഡക്റ്റായി കിടപ്പ് രോഗിയായി മാറി. ഈ വ്യക്തി പ്രാർത്ഥിച്ചത് ഉറങ്ങുവാനും കിടക്കുവാനും ഒരു സ്വസ്ഥതയ്ക്കും സാമ്പത്തിക അനുഗ്രഹത്തിനും. ഞാൻ അറിയാതെ ചോദിച്ചു, ഡു യു ബിലീവ് ഇൻ ജീസസ് ക്രൈസ്റ്റ്? നിങ്ങൾക്ക് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാൻ പറ്റുമോ? പുള്ളി കരഞ്ഞിട്ട് ചോദിച്ചു, എനിക്കൊന്ന് എഴുന്നേറ്റിരിക്കാനും എൻ്റെ കുഞ്ഞുങ്ങളെ ഒന്ന് തൊടുവാനും പറ്റുമോ? ഞാൻ ചോദിച്ചു, ചുരുങ്ങിയ സെക്കൻഡ്, ചുരുങ്ങിയ മിനിറ്റ് നമുക്കൊന്ന് പ്രാർത്ഥിച്ചാലോ? സന്ധ്യാസമയം ഓൾമോസ്റ്റ് 6 o'clock. കയ്യാലകൾ കെട്ടി വലിയ മുറ്റത്തിൻ്റെ അകത്തുള്ള പഴയ വീടിൻ്റെ അകത്ത് കിടക്കുന്ന ഈ മനുഷ്യൻ, കിച്ചണിലായിരിക്കുന്ന ഭാര്യയും ദൂരെയായിരിക്കുന്ന അവിടെ അടുത്ത റൂമിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന പെൺകുട്ടി മോളെയൊക്കെ വിളിക്കാതെ തന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ ഇങ്ങനെ ചുമ്മാ പറഞ്ഞു കൊടുത്തു, യേശു ദൈവമാണ്, സൃഷ്ടാവാണ്, ലോകത്തെ സൃഷ്ടിച്ചവനാണ്. അവൻ്റെ നാമത്തിന് മുന്നിൽ എല്ലാം മുട്ടും മടങ്ങും. ബോബി പയ്യെ പയ്യെ അത് ഏറ്റുപറഞ്ഞു. കരച്ചിലായി മാറി. ഏതോ സെക്കൻഡിൽ എൻ്റെ ഉള്ളിലൊരു തോന്നൽ, ബോബി നിങ്ങൾക്ക് എഴുന്നേക്കാൻ പറ്റും. അകത്തൂന്ന് നിങ്ങൾ യേശുവേ ഈശോയെ എന്നൊന്ന് വിളിക്കാമോ? ദൈവത്തിൻ്റെ പ്രിയ യൗവനമേ, ബോബി ഒരൊറ്റ വിളി. ഭാര്യ ഓടി വന്നു, കുഞ്ഞുങ്ങൾ ഓടി വന്നു. ബോബിയോട് ഞാൻ പറഞ്ഞു, യേശു നിങ്ങളെ ഉയർത്താൻ താല്പര്യപ്പെടുന്നു, എഴുന്നേക്ക. ബോബി ബെഡിൽ എഴുന്നേറ്റ്. അറിയാതെ ഇത് ടെസ്റ്റ് ചെയ്യാനുള്ള എൻ്റെ ഒരു ആഗ്രഹത്തിൻ്റെ ബലത്തിൽ ഫോണിലൂടെ ഞാൻ ഇങ്ങനെ പറഞ്ഞു, പറ്റുമെങ്കിൽ ഒന്ന് പിടിച്ചെഴുന്നേറ്റ്, വൈഫൊന്ന് പിടിച്ച്. ഒന്നും വേണ്ടി വന്നില്ല. എഴുന്നേറ്റു, വാതിലെത്തി, സ്റ്റെപ്പ് ഇറങ്ങി, താഴെ വീടിന് താഴെ റോഡിന് താഴെ സ്വന്തം സഹോദരൻ്റെ വീട്. ആ വീടിൻ്റെ വൈകിട്ടത്തെ അടുക്കളയുടെ താഴെ വരെ ഇറങ്ങിച്ചെന്നിട്ട് ഈ ബോബി വിളിച്ചു പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം, എന്നെ ദൈവം ഉയർത്തി. ജനം ഞെട്ടി. നേരെ പള്ളിയിലേക്ക്. പിറ്റേ ദിവസം കുർബാനയിൽ ഈ ബോബി നടന്ന് അവിടെ ചെന്ന് കുർബാന കൂടുന്നു. അച്ഛനും ആളുകളും ശ്രദ്ധിച്ചു. ബോബിയുടെ സാക്ഷ്യം, യേശു എന്നെ ഉയർത്തി. ചിന്തകൾക്കതീതമാണ് യേശു. ഈ കേൾവി കൊണ്ട് മനസ്സിലാക്കാനാവില്ല. ഈ ഹൃദയം കൊണ്ട് അത് ക്ലാരിഫൈ ചെയ്യാനാവില്ല. യൗവനമേ, ബോബി ഇന്നും ഡ്രൈവ് ചെയ്തും ഓടിയും ചാടിയും ആ യേശുവിൽ ഉയർത്തെഴുന്നേറ്റു. എന്തോ ഒരു ജീവിത സാക്ഷ്യങ്ങളാ ഈശോ എന്ന നാമത്തിന്റെ ബലത്തിൽ നടന്നത്. ആരാണവൻ? ശ്രദ്ധിക്കുക, ബൈബിൾ എഴുതപ്പെടുക 3 പ്രധാനപ്പെട്ട ലാംഗ്വേജാണ്: ഹീബ്രു, ഗ്രീക്ക്, അരമായിക്. ബൈബിളിൽ ഒരു പേര് കടന്നു വരുമ്പോൾ ആ പേര് ഒരു നാമം, അതൊരു നാമം മാത്രമല്ല, അത് വിളിക്കുവാനുള്ള ഒരു നാമം മാത്രമല്ല. പ്രത്യേകിച്ച് ഹെബ്രായ ഭാഷയിൽ ഒരാളെ
ഒരു പേര് വിളിച്ചാൽ ആ പേരിൽ 2-3 കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ദൈവത്തിന്റെ പ്രിയപ്പെട്ട മക്കളെ, ഒന്ന്, ആ പേരിൻ്റെ അകത്തുള്ള ആ വ്യക്തിയുടെ ദൈവിക പദ്ധതി, അല്ലെങ്കിൽ ആ വ്യക്തിയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ തീരുമാനം. ഹൂ ഈസ് ഹി എന്ന് തിരിച്ചറിയാൻ പറ്റും. 2, അവൻ്റെ നേച്ചർ, പ്രകൃതി. 3, അവൻ്റെ സ്വഭാവം. 4, അവൻ്റെ സംസ്കാരം, കൾച്ചർ. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഹെബ്രായ ഭാഷയിൽ ഒരു നാമം നൽകുക വിളിക്കുവാനുള്ള ഒരു നാമം മാത്രമായിട്ടല്ല. സ്കോളേഴ്സ് ഇതിനെക്കുറിച്ച് 6 റീസൺസ് പറയുന്നുണ്ട്. ഒരു പേരിന് വരുന്ന 6 റീസൺസ്. ഒരു ഹീബ്രു നെയിം ആണെങ്കിൽ ആ നെയിമിൽ ആ വ്യക്തിയുടെ ജനനം, ആ വ്യക്തിയുടെ ചരിത്രപരമായ ഘടകങ്ങൾ, ആ വ്യക്തിയെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ്, ആധികാരികമായ ഇൻഫർമേഷൻസ് ഒക്കെ നമുക്ക് ലഭിക്കും. പോയിന്റ് നമ്പർ 2, ഒരു കുഞ്ഞു ജനിക്കുമ്പോൾ അവൻ്റെ മാതാപിതാക്കൾക്കുണ്ടാകുന്ന ചലനങ്ങളും റിയാക്ഷൻസും അവൻ്റെ പേരിലൂടെ വ്യക്തമാകും. 3, ജീനിയോളജി. ആ വ്യക്തി കടന്നു വരുന്ന ജീനിയോളജി, അവൻ്റെ പൂർവ്വപിതാക്കന്മാര്, അതിൻ്റെ ചരിത്രപരമായ ഘടകങ്ങൾ വ്യക്തമാകും. 4, ആ വ്യക്തി ഈ ലോകത്തിന് എന്ത് പ്രാധാന്യമേറിയ വിഷയമാണെന്ന് ആ വ്യക്തിയുടെ പേരിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. 5, ദൈവവുമായി കണക്ട് ചെയ്യുന്ന പേരുകളായിരിക്കും ദൈവവിശ്വാസമുള്ളവർ എടുത്തിരുന്നത്. 6, ബിഗിനിങ് ആൻഡ് എൻഡ് ഓഫ് എ പേഴ്സണാലിറ്റി നമുക്ക് ആ പേരിലൂടെ മനസ്സിലാക്കാൻ പറ്റും. നെയിം. യഥാർത്ഥത്തിൽ ബൈബിളിൽ നെയിം ചേഞ്ചസ് വെരി കോമൺ ആയിരുന്നു. ദൈവം ഉദ്ദേശിക്കുന്ന തലത്തിലല്ല പേര് വരുന്നത് എങ്കിൽ ദൈവം നെയിം ചേഞ്ച് ചെയ്തിരുന്നു. ഏബ്രഹാം, നമുക്കറിയാവുന്ന പേര്. അബ്രാം എന്ന പേരിനെ ജനസിസ് 17:5 ദൈവം അബ്രഹാം ആക്കി. എബ്രാം എന്ന പേര് മഹനീയനായ പിതാവെന്നായിരുന്നു അർത്ഥം, എക്സോൾട്ടഡ് ഫാദർ. എന്നാൽ ദൈവം അബ്രഹാം ആക്കിയപ്പോൾ ആ പേരിന് വേറൊരു അർത്ഥമുണ്ടായി, ജനതകളുടെ പിതാവ്, ഫാദർ ഓഫ് ദ നേഷൻസ്. സേറ, ആദ്യ പേര് സേറായി, രാജ്ഞി, സന്തോഷം എന്നൊക്കെ അറിയപ്പെട്ടിരുന്ന പെൺകുട്ടിയുടെ പേരിനെ സേറ എന്ന വാക്കിലേക്ക് മാറ്റുമ്പോൾ ഒരു കാര്യം മനസ്സിലായി, അവൾ ജനതകളുടെ മാതാവായ അനുഗ്രഹിക്കപ്പെടുന്ന പെൺകുട്ടി എന്നൊരു പേരിലേക്ക് മാറി മറിഞ്ഞു. സ്ഥലത്തിന്റെ പേരാണ് ബെഥേൽ, ബെയ്ത്-ഏൽ. എലോഹിം, ദൈവത്തിന്റെ, ദൈവം എന്നതിന്റെ അടിസ്ഥാനപരമായ പ്ലൂറൽ ഫോം ആയിരുന്നു എലോഹിം, അതിന്റെ ഷോർട്ട് ഏൽ. ബെയ്റ്റ്, ബെയ്റ്റ്-എൽഹേം, അപ്പം എന്ന വാക്ക്. ബെയ്റ്റ്, ബെഥേൽ എന്ന് പറഞ്ഞാൽ അപ്പങ്ങളുടെ നഗരമാകുന്ന ദൈവത്തിന്റെ ആ സ്ഥലമെന്നാണ് ബെഥേൽ, ഹൗസ് ഓഫ് ഗോഡ് എന്നർത്ഥം. ബെയ്റ്റ്, ലഹീം അപ്പം, ബെയ്റ്റ് എന്ന് പറഞ്ഞാൽ വീട്, ബെഥേൽ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഭവനം എന്നാകുന്നു. പെനുവേൽ, ഫേസ് ഓഫ് ഗോഡ് എന്നാണ് അർത്ഥം. ഫേസ് ഓഫ് എലോഹിം, ഏൽ. മൈക്കൽ, റാഫേൽ, എല്ലാം ഏല. ഗബ്രിയേൽ, ജോയേൽ, എസക്കിയേൽ. കംപ്ലീറ്റ് ബൈബിൾ എടുത്താൽ ഡാനിയേൽ, അങ്ങനെ
അങ്ങനെയൊക്കെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും എല്ലാം ദൈവവുമായി, ദൈവത്തിൻ്റെ വാക്യവുമായി പേര് കൂടിച്ചേർന്നിരിക്കുന്നു. Then what do you mean by, what does it mean, Jesus? ബൈബിളിൽ വളരെ വ്യക്തമായി ജോഷുവ എന്ന ഒരു പുസ്തകമുണ്ട്. മോശയ്ക്ക് ശേഷം ലോകത്തെ ഇസ്രായേൽ ജനത്തെ കാനാൻ ദേശത്തെത്തിച്ച ലീഡർ. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ പേര് ഹോഷൈ എന്നായിരുന്നു. എന്ന് വെച്ചാൽ സാൽവേഷൻ, രക്ഷ. മോശ പേര് മാറ്റിയിട്ട് ഇങ്ങനെ ആക്കി, ജഹോവ സാൽവേഷൻ. നീ അല്ല രക്ഷ, യഹോവയാണ് രക്ഷ എന്ന പേരോടുകൂടി ജഹോവ സാൽവേഷൻ എന്നാക്കി. എന്ന് വെച്ചാൽ ജോഷുവ. ഹീബ്രുവിൽ ജോഷുവ യാഹ്വേ എന്ന പദത്തിൽ നിന്ന് കടന്നു വരുന്ന വേർഡ്. യാഹ്വേ എന്ന് പറഞ്ഞാൽ ബൈബിളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന ദൈവത്തിൻ്റെ പേരാണ്. ഐ ആം ഹൂ ഐ ആം എന്ന് പുറപ്പാട് 3. ഈ യാഹ്വേ ജോഷുവ, അത് ദൈവത്തിന് വലിയ കൃപയാൽ ഗ്രീക്കിൽ ഇസൂസ് എന്നാകുന്നു. ഒരു കാലഘട്ടത്തിന് ശേഷം ഇസൂസ് എന്നുള്ള വേർഡ് മാറി ജെ വരികയാണ്. കാലഘട്ടങ്ങളുടെ ഡെവലപ്മെന്റിൽ ഭാഷയിൽ ജീസസ് വരുന്നു. ജീസസ് എന്ന വാക്കിന്റെ അർത്ഥം യഹോവ രക്ഷിക്കുന്നവനാകുന്നു, സാൽവേഷൻ എന്നാണ് അർത്ഥമാവുക. ഇനി ശ്രദ്ധിച്ചോണം, ഇതിനെ സുറിയാനി പദത്തിലേക്ക് മാറുകയാണ്. ആ വേർഡാണ് ഈശോ. ഈശോ എന്ന പദത്തിലേക്ക് എത്തുക. ഈശോ ഒരിക്കലും ഒരു പേരല്ല, അതിൻ്റെ അകത്ത് നിറഞ്ഞിരിക്കുക ഒരു വലിയ ഓർഗാനിസം, ടെക്നോളജി, വലിയ സിസ്റ്റം, അതിൻ്റെ അകത്തൊരു വലിയ ആക്ടിവിറ്റിയാണ് നിറഞ്ഞു നിൽക്കുക. അതുകൊണ്ട് ചുമ്മാ പേരല്ല വിളിക്കുക. ഈശോ എന്ന് വിളിക്കുമ്പോൾ യഹോവ രക്ഷിക്കുന്നവൻ, രക്ഷ എന്നൊരു പദമാണ് കടന്നു വരിക. ഐസ്യുവിലുള്ളവൻ വിളിക്കുമ്പോൾ അവന് ചേർന്ന രക്ഷ. നിത്യതയ്ക്ക് വേണ്ടി വിളിക്കുന്നവൻ അവന് ചേർന്ന്. നിങ്ങളുടെ കെമിസ്ട്രി, നിങ്ങളുടെ ഫിസിക്സ്, നിങ്ങളുടെ മാത്സ് നിങ്ങൾ വിളിക്കുമ്പോൾ അതിന് ചേർന്ന രീതിയിൽ യേശു നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. ഈശോ ഒരു സാധാ പേരല്ല. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളെ, യേശു എന്നത് ഹൃദയങ്ങളെ സ്പർശിക്കുന്ന, ജീവിതങ്ങളെ മാറ്റുന്നൊരു പേരാണ്. മത്തായിയുടെ സുവിശേഷം 1:21 ക്രിസ്തു ജനിക്കുമ്പോൾ യൗസേപ്പ് പിതാവിന് നൽകുന്ന വെളിപ്പെടുത്തൽ ഇതാണ്: നീ അവന് യേശു എന്ന് പേരിടണം, കാരണം അവൻ സകല ജനത്തെയും തൻ്റെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും എന്ന് ബൈബിൾ വ്യക്തമാക്കുന്നു. പ്രിയപ്പെട്ട ദൈവത്തെ ജനമേ, കാലഘട്ടങ്ങളിൽ ഈ കാലഘട്ടങ്ങളിൽ മീഡിയാസ് വളരെ ശക്തമാണ്. നവമാധ്യമങ്ങൾ അതിശക്തമായിട്ടാണ് പ്രവർത്തിക്കുക. നിങ്ങൾക്കറിയാമോ, വേൾഡിൽ ഇന്ന് മാധ്യമങ്ങൾ പിടിമുറുക്കി കഴിഞ്ഞു. യൗവനങ്ങളുടെ 63% നവമാധ്യമങ്ങളിൽ അടിസ്ഥാനമുറപ്പിക്കപ്പെട്ട് കഴിഞ്ഞു. 31% യൗവനങ്ങളും പരിപൂർണമായി മാധ്യമങ്ങളുടെ ആഴങ്ങളിലൂടെയാണ് കടന്നു പോവുക. 70%, 69% തൊട്ട് 70% യൗവനങ്ങളും നവമാധ്യമങ്ങളെ നെഞ്ചിലേറ്റി കഴിഞ്ഞു. ഫേസ്ബുക്ക്, IG, ഇൻസ്റ്റാഗ്രാം, ട്വിറ്റർ, വാട്സപ്പ്, യൂട്യൂബ്, ടിക്ടോക്ക്, പിൻട്രസ്റ്റ്, സ്നാപ്ചാറ്റ്, ഇതൊക്കെ ലോകത്ത് കടന്നു വന്നു. ലോകത്തെ കീഴ്മേൽ മറിക്കുന്ന ഈ മാധ്യമങ്ങൾ അതിലൂടെ കടന്നു വരുന്നതാണ് നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കുന്നത്. പോസിറ്റീവായി ഒത്തിരി കാര്യങ്ങളുണ്ട് മാധ്യമങ്ങളിൽ. കമ്മ്യൂണിക്കേഷൻസ്, കണക്ടിവിറ്റി, എഡ്യൂക്കേഷൻ, അപ്ഡേഷൻ, അങ്ങനെ നിരവധി കാര്യങ്ങളാണ്
മാധ്യമങ്ങൾ നമുക്ക് തരിക. എന്നാൽ അതോടൊപ്പം മാധ്യമങ്ങൾ തരുന്നതാണ് നമ്മുടെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ആകും. മിസ്കമ്മ്യൂണിക്കേഷൻ നമ്മുടെ ബ്രെയിൻ ചേഞ്ച് ചെയ്യും. ഇത് കൊണ്ടുവരുന്ന ആറ്റിറ്റ്യൂഡും നമ്മുടെ ലൈഫിൽ കൊണ്ടുവരുന്ന നെഗറ്റിവിറ്റിയും വളരെ പ്രാധാന്യമേറിയ കാര്യങ്ങളാണ്. ഫ്ലഷ്ലി, ടൂ മച്ച് വേൾഡ്ലി, എക്സ്ട്രാ ഓർഡിനറി പ്രൊജക്ഷൻ, ശാരീരികമായ കാര്യങ്ങൾ, ഇതെല്ലാം ബോഡിയിൽ കടന്നു വരും. ഇന്ന് യൗവനങ്ങളെ ഏറ്റവും കൂടുതൽ സ്പർശിക്കുന്നത് ഡിപ്രഷനും ആങ്സൈറ്റിയുമായി മാറി. മാധ്യമങ്ങളിലൂടെ വരുന്ന വാർത്തകൾ പലപ്പോഴും നെഗറ്റീവായ ഹൃദയത്തിൽ അകത്ത് കയറി. പ്രിയ യൗവനമേ, പേര് പലപ്പോഴും വിളിച്ചു പറയാം. അതൊരു പേരല്ലേ? ആവിഷ്കാര സ്വാതന്ത്ര്യമല്ലേ? കലയല്ലേ? ലോകത്തിലെ ഫിലിമുകൾ എടുത്താൽ ഏറ്റവും കൂടുതൽ ഓസ്കാർ അവാർഡ് കിട്ടിയ ഫിലിമുകൾ കടന്നു വന്നതിൽ പ്രധാനപ്പെട്ട ഫിലിമുകൾ മുഴുവൻ ക്രൈസ്റ്റ് ഓറിയന്റഡ് ആണ്. ലോകത്തിലെ പ്രധാനപ്പെട്ട കലകൾ, വരച്ചതും പിക്ചേഴ്സും മുഴുവൻ മൈക്കൽ ആഞ്ചലോ, പാബ്ലോ പിക്കാസോ ഒക്കെ കലകളെ ആസ്പദമാക്കിയാണ് കടന്നു വരിക. ലോകത്തിൽ യൂണിവേഴ്സിറ്റികൾ പഠിക്കാൻ ആഗ്രഹിച്ച സബ്ജക്റ്റ് എടുത്താൽ ക്രൈസ്റ്റ് ഒരു വലിയ വിഷയമായി മാറി. ദൈവത്തിന്റെ പ്രിയപ്പെട്ട യൗവനമേ, ലോകത്തിൽ ഏറ്റവും കൂടുതൽ സംഗീതങ്ങൾ, ഗദ്യങ്ങൾ, ഇതെല്ലാം കടന്നു വന്നത് ക്രിസ്തുവിനെ ആസ്പദമാക്കിയാണ്. ക്രിസ്തു എന്നത് കഥയല്ല, പഠിച്ചാൽ തീരാത്ത, ജീവിതങ്ങളിൽ മനസ്സിലാവാൻ പറ്റാത്ത ഒരു ദൈവം. അവനെ അറിയുക എന്നതാണ് ഏറ്റവും വലിയ കൃപയെന്ന് മനസ്സിലാക്കുക. വ്യക്തിപരമായ ജീവിതത്തിൽ, വിശ്വാസത്തിന് നടുവിൽ, പാരമ്പര്യമായ വിശ്വാസത്തിന് നടുവിലൂടെ കടന്നുപോയ എൻ്റെ ജീവിതത്തെയും മാറ്റിമറിച്ചത് ക്രിസ്തു എന്നൊരു നാമം മാത്രമാണ്. അതുകൊണ്ട് ഫിലിപ്പിയുടെ പുസ്തകം 2:5 തൊട്ട് വായിച്ചാൽ ഇങ്ങനെ പറയും: യേശുവിനുണ്ടായിരുന്ന അതേ മനോഭാവം നിങ്ങൾക്കും ഉണ്ടാകട്ടെ. എന്നിട്ട് ആ വാക്യം ഇങ്ങനെ പറയും: ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി, എല്ലാ നാമങ്ങൾക്കുപരിയായ നാമം നൽകി. അവൻ്റെ മുമ്പിൽ എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാമം പാടും, യേശു മാത്രം കർത്താവല്ല. എൻ്റെ അപ്പന് ഞാൻ വില കൊടുത്തില്ലെങ്കിൽ ആര് കൊടുക്കും എൻ്റെ അപ്പന് വില? എൻ്റെ അപ്പനെ ഞാൻ അപ്പാന്ന് വിളിച്ചില്ലെങ്കിൽ ആര് വിളിക്കും എൻ്റെ അപ്പനെ അപ്പ എന്ന്? എൻ്റെ ദൈവത്തെ ഞാൻ ഉയർത്തിയില്ലെങ്കിൽ ഈ കല്ലുകൾ വിളിച്ചു പറയും ഇതെന്റെ ദൈവമാണ്. ലോകത്തെ ടൈം ഡിവൈഡ് ചെയ്തത് യേശുവിൽ മാത്രമാണ്. AD എന്നും BC എന്നും. ഈശോ ഒരു വലിയ സത്യനാമമാണ്. അതിൻ്റെ ഉള്ളിൽ ഒരാക്ടിവിറ്റിയാണ്. നിങ്ങളൊരു ആത്മഹത്യ ചിന്തയിലാണോ? നിങ്ങൾ ജീവിതത്തിൽ ഒരു തകർച്ചയിലാണോ? നിങ്ങൾ ജീവിതത്തിൽ ഒരു വേദനയിലാണോ? ഇന്നത്തെ ദിവസം നിങ്ങൾ കേൾക്കുക, നിങ്ങളൊന്ന് വിളിക്കുക, ഈശോ. കണ്ണുകളൊന്ന് അടച്ചോ. ഒരു വലിയ സാക്ഷ്യം കടന്നു വരാൻ പോവുകയാണ്. യേശുവിൻ്റെ വലിയ സാക്ഷ്യം. ഒരു വ്യക്തി തൻ്റെ ചെറുപ്പത്തിൽ ദൈവത്തെ കൂട്ടിമുട്ടിയപ്പോൾ യേശു എന്ന നാമം ആ മകന്റെ കുഞ്ഞിന് വരുത്തിയ മാറ്റത്തെക്കുറിച്ച് കേൾക്കുകയാണ്. കർത്താവിന് വിട്ടുകൊടുക്കാം. എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. എന്നെ നല്ല ശിഷ്യനാക്കിയിടുന്ന എല്ലാ കുരിശുകൾക്കും നാഥാ നന്ദി. എന്നെ നിത്യ
എന്നെ നല്ല ശിഷ്യനാക്കിടുന്ന എല്ലാ കുരിശുകൾക്കും നാഥാ നന്ദി. എല്ലാ തോൽവികൾക്കും നാഥാ നന്ദി. നിന്റെ മുഖം കാണുവാൻ അത് നിമിത്തമായി എല്ലാ കണ്ണുനീരിനും നാഥാ നന്ദി. നിന്റെ സാന്നിധ്യം അറിയാൻ ഇടയായി. താഴ്വരയിൽ മുള്ളുകളിൽ പനിനീർപ്പു പോ, ശോധനയിൽ ചൂളയതിൽ പൊന്നുപോലെ, ഉയർച്ചയിലും താഴ്ചയിലും മരണത്തിലും ജീവനിലും നിൻ സാന്നിധ്യം മതി നാഥാ, നിൻ സാന്നിധ്യം മതി. നിൻ സാന്നിധ്യം മതി നാഥാ, നിൻ സാന്നിധ്യം മതി. ഈശോ, എൻ്റെ ഈശോ, അന്നാമത്തിൻ്റെ അകത്ത് നിങ്ങൾ കാണുന്നതല്ല, നിങ്ങൾ കേൾക്കുന്നതല്ല, അന്നാമത്തിൻ്റെ അകത്തുള്ള ശക്തി എന്ന് പറയുക ഒരു ആറ്റം ബോംബിനേക്കാൾ ശക്തിയേറിയ നാമം. അന്നാമത്തിൻ്റെ മുൻപിൽ ഈ ലോക ചരിത്രത്തിലുള്ള എല്ലാ മുഴങ്കാലുകളും മടങ്ങിയേ മതിയാകൂ. അന്നാമമെന്ന് പറയുക, പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, എല്ലാത്തിൻ്റെയും അടിസ്ഥാനമാണ്. അത് സൗഖ്യത്തിൻ്റെ ഉറവിടമാണ്. ഈ ലോക ചരിത്രത്തിൽ ഒരു പുൽക്കൊടിയെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച സൃഷ്ടാവായ ദൈവത്തിൻ്റെ നാമം എൻ്റെ ജീവിതത്തെ കീഴ്മേൽ മറിച്ച നാമം. അന്ന് 2010 ദുഃഖവെള്ളിയാഴ്ച ദിവസം ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ ഷാർജയിൽ ജോലി ചെയ്യുന്ന സമയത്ത് ദുഃഖവെള്ളിയുടെ ദീർഘനേരത്തെ ശുശ്രൂഷകൾക്ക് ശേഷം തിരികെ വീട്ടിലെത്തി. എൻ്റെ ജീവിത പങ്കാളി എന്നോട് പറഞ്ഞു, കുഞ്ഞിനെന്തോ ഒരു വിഷമം പോലെ, കുഞ്ഞ് നിലത്ത് നിൽക്കുന്നില്ല, കാലനക്കുന്നില്ല. അവളൊരു നേഴ്സായിരുന്നതിനാൽ കുറെ നാളുകൾക്ക് മുമ്പ് തൻ്റെ ഒപ്പം ഒരു രാജ്യത്ത് ജോലി ചെയ്തിരുന്ന ഒരു ഡോക്ടറെ ഫോണിൽ വിളിച്ചു. ഡോക്ടറോട് ഈ കാര്യങ്ങൾ പറഞ്ഞു. കുഞ്ഞിൻ്റെ മുട്ടിന് താഴേക്ക് രക്തത്തുള്ളികൾ പോലെ എന്തോ ഒരു പാട് കാണപ്പെടുകയാണ്. ഉടൻ തന്നെ ഞങ്ങൾ ഷാർജയിലുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് കുഞ്ഞുമായി കടന്നുപോയി. ഡോക്ടർ കുഞ്ഞിനെ കണ്ടപ്പോഴേ പറഞ്ഞു, ഇത് 10,000-ൽ അല്ലെങ്കിൽ അതിലുമുപരി ചില കുഞ്ഞുങ്ങൾക്ക് കടന്നു വരുന്ന ഒരു പ്രത്യേകതരം അസുഖമാണ്. യൂറിനിലൂടെയും സ്റ്റൂളിലൂടെയും ബ്ലഡ് കടന്നു പോകുന്ന വാസ്കുലൈറ്റിസ് എന്ന് പറയുന്ന ഒരു രോഗത്തിൻ്റെ അടിമത്വം. എന്തു ചെയ്യണമെന്നറിയില്ല. ബ്ലഡ് എടുക്കുവാനുള്ള ഓട്ടത്തിൻ്റെ നടുവിൽ 5 വയസ്സോളം പ്രായമുള്ള കുഞ്ഞ്, ഉയരം കുറവ്, തൂക്കം കുറവ്, വെയിനെടുക്കാൻ നോക്കിയിട്ട് വെയിനെടുക്കാൻ പറ്റുന്നില്ല. കുഞ്ഞ് കരയുന്നു, അമ്മ കരയുന്നു. എന്തു ചെയ്യണമെന്നറിയാതെ ഈശോയിൽ വിശ്വസിക്കുന്ന
എൻ്റെ ഹൃദയവും വേദനയിലായി. ആശുപത്രിയുടെ വരാന്തയിൽ മുട്ടുകുത്തി ക്രൂശിൽ എനിക്ക് വേണ്ടി മരിച്ച എൻ്റെ യേശുവിൻ്റെ കുരിശുമരണത്തിൽ എൻ്റെ കുഞ്ഞിനെ ചേർത്ത് വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു. നിമിഷങ്ങൾക്കകം ബ്ലഡ് എടുത്തു. കാര്യങ്ങളെല്ലാം ഡോക്ടർ വിശദീകരിച്ചു. ഇനി ഷാർജയിൽ നിൽക്കണ്ട, നാട്ടിലേക്ക് പോയിക്കൊള്ളുക. അങ്ങനെ കുഞ്ഞുമായി കേവലം 10 ദിവസത്തെ അവധിയെടുത്ത് എറണാകുളത്തുള്ള ഒരു അക്രൈസ്തവ ഹോസ്പിറ്റലിലേക്കുള്ള യാത്ര. 10 ദിവസം എന്ന് പറയുന്നത് 30 ദിവസം കടന്നുപോയി. ആ ഹോസ്പിറ്റലിലെ ഏതാനും ഡിപ്പാർട്ട്മെന്റിലുള്ള എല്ലാ ഡോക്ടേഴ്സും ഒരുമിച്ച് വിളിച്ചു പറഞ്ഞു, എന്താണ് സംഭവിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല. കുഞ്ഞ് ഓൾറൈറ്റ് ആണെന്ന് പറയാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ല. നിസ്സഹായതയുടെ നടുവിൽ മെഡിക്കൽ സയൻസ് നോ വിധി എഴുതിയ സമയം എന്തു ചെയ്യണമെന്നറിയാതെ കുഞ്ഞിനെയും നെഞ്ചോട് ചേർത്ത് പിടിച്ച് തിരികെ വീട്ടിലേക്ക്. അവിടെ വെച്ചൊരു കാര്യം എനിക്ക് മനസ്സിലായി. കാലങ്ങൾക്ക് മുമ്പ് ഈശോ സത്യമാണെന്ന്, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും തകർച്ചയുടെ സമയത്ത് എന്നെ നോക്കി ഈശോ സത്യമാണ്, അവനിൽ വിശ്വസിക്കുന്ന ഒരുവൻ പോലും നഷ്ടമാകില്ല എന്ന് പഠിപ്പിച്ച, എന്നോട് സുവിശേഷം പറഞ്ഞ, എൻ്റെ ജീവിതത്തെ ക്രിസ്തുവിലേക്ക്, ഈശോയിലേക്ക് നടന്നെടുപ്പിച്ച ആ വ്യക്തിയുടെ വീട്ടിലേക്കുള്ള യാത്ര. ഒരു ദിവസം കുഞ്ഞിനെയുമായി ഞാൻ ആ വ്യക്തിയുടെ വീട്ടിലേക്ക് കടന്നുപോയി. അത് മറ്റാരുമായിരുന്നില്ല, ഈ നിമിഷം നിങ്ങളോട് സുവിശേഷം പറഞ്ഞ് യേശു കഥയല്ലെന്ന് നിങ്ങളോട് വിളിച്ചു പറഞ്ഞ ഇതേ ബ്രദർ റജിയുടെ വീട്ടിലേക്കാണ് ഞാൻ കടന്നുപോയത്. അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹത്തിൻ്റെ വീട് പണിയുടെ സമയമാണ്. അവിടെ ഇറക്കിയിട്ടിരിക്കുന്ന പാറക്കഷ്ണങ്ങളുടെ, കരിങ്കല്ലുകളുടെ നടുവിലിരുന്ന് യേശുവിനെ കുറിച്ച് വീണ്ടും അദ്ദേഹം എന്നോട് പറയാൻ തുടങ്ങി. ആ കരിങ്കല്ലിന്റെ നടുവിലിരുന്ന് പ്രാർത്ഥിക്കുന്ന സമയം സാവൂളിന്റെ ശിരസിൽ അനനിയാസ് കൈവച്ച് പ്രാർത്ഥിച്ചപ്പോ ചെതുമ്പൽ പോലെ, സാവൂളിന്റെ കണ്ണിൽ നിന്നും താഴെ വീണ ചെതുമ്പൽ പോലെ എൻ്റെ കുഞ്ഞിൻ്റെ ശിരസിൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ, യേശുവിൻ്റെ ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ചെതുമ്പല് താഴെ വീണതുപോലെ കാൽമുട്ടിന് താഴേക്കുണ്ടായിരുന്ന ആ രക്തത്തിൻ്റെ ബൊട്ടുകൾ പോലെയുള്ള പാടുകൾ അപ്രത്യക്ഷമാവുകയും എൻ്റെ കുഞ്ഞ് സൗഖ്യം പ്രാപിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ട യൗവനമേ, ഇന്ന് 16 വയസ്സ് പ്രായമുള്ള എൻ്റെ കുഞ്ഞ് അവനെ തൊട്ടത് യേശുവാണെന്ന് തിരിച്ചറിഞ്ഞ് ആ യേശുവിന് വേണ്ടി, ഈശോയ്ക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ചപ്പോ ഉയരം വെക്കില്ലെന്നും വണ്ണം വെക്കില്ലെന്നും മെഡിക്കൽ സയൻസും ലോകവും വിധി എഴുതിയെടുത്ത് ഇന്ന് ഉയരം വെച്ച് ദൈവത്തിന്റെ കൃപയാൽ അനുഗ്രഹത്തോടുകൂടി 95% മാർക്കിൽ ഈ വർഷത്തെ CBSE SSLC എക്സാം പാസ്സാകുവാൻ ഈശോ ആ മകനെ സഹായിച്ചു. അത് മറ്റൊന്നുകൊണ്ടുമല്ല, യേശുവിലുള്ള അവന്റെ വിശ്വാസം. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, ഇന്ന് ലോകം ഈശോ എന്ന നാമത്തെ വൃഥാവിലെടുക്കുകയാണ്. ആ നാമം വൃഥാവിലെടുക്കാനുള്ളതല്ല, ഇരുമ്പാണിമേൽ തൊഴിക്കുന്നത് അപകടമാണെന്ന് സാവൂളിനോട് വിളിച്ചു പറഞ്ഞ കർത്താവ് വിളിച്ചു പറയുന്നു. യേശു എന്ന നാമം ഈ ലോക ചരിത്രത്തെ മാറ്റിമറിക്കുവാൻ കരുത്തുള്ള ജീവിക്കുന്ന ദൈവത്തിന്റെ നാമമാണ്. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, എൻ്റെ ജീവിതത്തെ കീഴ്മേൽ മറിച്ചു എൻ്റെ കുഞ്ഞിൻ്റെ സൗഖ്യം. തീർന്നില്ല. 2016 ഓഗസ്റ്റ് മാസം 10-ാം തീയതി പാല മരിയൻ ഹോസ്പിറ്റലിൽ ജനിച്ചു വീണ ഒരു പെൺകുഞ്ഞിന്റെ ഓക്സിജൻ ലെവൽ താഴോട്ട് പോയി. ഐസുവിലേക്ക് ആ കുഞ്ഞിനെയും കൊണ്ട് പോകുന്ന സമയത്ത് ഐസുവിൽ നിന്നും വിളിച്ചു പറഞ്ഞു, ഈ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കണം. വാഗമണ്ണില് എന്താ പറയുന്നത്, റേഞ്ച് പോലും ഇല്ലാതെ നിൽക്കുന്ന ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ യേശുവിന്റെ നാമത്തില് സൗദിയിൽ താമസിക്കുന്ന ലിബിൻ ഡെയ്സി ദമ്പതികൾക്ക് ആദ്യം ജനിച്ച ആൻമരിയ എന്ന കുഞ്ഞിനെ
യേശു എന്ന നാമം ഫോണിൽ കൂടി ഐസിയുവിലുള്ള ആ കുഞ്ഞിന്റെ ചെവിയിൽ ഒരു അക്രൈസ്തവയായ നേഴ്സിന്റെ കയ്യിൽ ഫോൺ കൊടുത്ത് ആ കുഞ്ഞിന്റെ ചെവിയിൽ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈശോ എന്ന ഒരൊറ്റ നാമത്തില് ഓക്സിജൻ ലെവല് താഴെ പോയിരുന്ന ആ പെൺകുട്ടിയുടെ, ആ പെൺകുഞ്ഞിന്റെ ഓക്സിജൻ ലെവല് ഉയരുകയും ആ പെൺകുട്ടി ഇന്നും ജീവിക്കുന്ന ദൈവത്തിന്റെ സാക്ഷിയായി സൗദിയിൽ ജീവിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, യേശു, ഈശോ എന്ന നാമം കഥയല്ല. നിങ്ങൾ വിശ്വസിക്കുമെങ്കിൽ ഈശോയുടെ വസ്ത്രത്തിന്റെ വിളിമ്പിൽ തൊട്ട ആ പെൺകുട്ടി സൗഖ്യം പ്രാപിച്ചുവെങ്കിൽ ഇത് ആരാധന കടന്നു വരികയാണ്. സൗഖ്യം ഇന്ന് നിങ്ങളെ തേടി വരുന്ന സമയമാണ്. കാലിഫോർണിയയിലുള്ള ഫ്രാൻസി എന്ന മകന് വേണ്ടി ഇന്നത്തെ ആരാധനയിൽ പ്രാർത്ഥിക്കുകയാണ്. സൗഖ്യം ഈശോയുടെ നാമത്തിൽ സംഭവിച്ചേ മതിയാകൂ. കാരണം അവൻ ജീവിക്കുന്ന ദൈവമാണ്, സൗഖ്യത്തിന്റെ സോഴ്സാണ്. നമുക്ക് കർത്താവിന്റെ ആ വലിയ അനുഗ്രഹത്തിലേക്ക് കടന്നു വരാം. ഏറ്റവും വലിയ ആരാധനയായ ഈ ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ ശരീരവും നിങ്ങളുടെ ആത്മാവും ചേർത്ത് വെച്ച് നമുക്കൊന്നു ചേർന്ന് ഈശോയെ ആരാധിക്കാം. വാവ യേശുനാഥ, വാവ സ്നേഹനാഥ, ഹായൻ ഹൃദയം തേടിയിടും സ്നേഹമേ നീ, വാവ യേശുനാഥ. നമുക്കെല്ലാവർക്കും ഇരുകരങ്ങളും ഉയർത്താം. വാവ യേശുനാഥ, സ്വസ്ഥാനങ്ങളിൽ എഴുന്നേറ്റ് കുമ്പിട്ട് വണങ്ങി. വാവ സ്നേഹനാഥ, യൗവനമേ നമുക്കൊന്നിയേരാം. ഹൃദയം തേടിയിടും സ്നേഹമേ നീ, വാവ യേശുനാഥ. എല്ലാവരും ഇരുകരങ്ങളും നെഞ്ചോടിയേർത്ത് എല്ലാ മുട്ടും മടങ്ങും, യേശുവേ, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവെന്ന്. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവെന്ന്. ഈ സമയം എല്ലാരും കരങ്ങൾ മാറോട് ചേർത്ത് പിടിക്കും. ദിവ്യകാരുണ്യത്തിലേക്ക് കണ്ണുകൾ ചൂഴ്ന്നിറങ്ങുന്നത് പോലെ ചേർത്ത് വെക്കുക. യേശു എന്ന നാമം ഉയരേണ്ടതാണ്. ഇത് രാജാക്കന്മാരുടെ രാജാവാണ്, ലോകത്തിന്റെ ഉടയവൻ. ഉണ്ടാകട്ടെ എന്നൊറ്റ വാക്കിനാൽ സകലതും സൃഷ്ടിച്ചവൻ, ഉയർത്തെഴുന്നേറ്റവൻ, മരണത്തെ മരണം കൊണ്ട് തോൽപ്പിച്ചവൻ. ഇരുകരങ്ങളും മറോട് ചേർത്ത് ഈശോയിലേക്ക് നോക്കി നിൽക്കാം. ലോകത്തിലുള്ള സകല മാധ്യമങ്ങളും, സകല എതിർത്ത് സംസാരിക്കുന്ന വ്യക്തിത്വങ്ങളും, സാധ്യതകളുടെയും സാഹചര്യങ്ങളുടെയും പേരിൽ ഒറ്റുകൊടുക്കപ്പെടുന്ന സാധ്യതകളുടെ നടുവിൽ യേശു, അദൃശ്യനായ ദൈവത്തിന്റെ ദൃശ്യരൂപം, യേശുവേ, ഉയർത്തെഴുന്നേൽക്കട്ടെ ജനത്തിന്റെ നടുവിൽ. യേശുവേ, ഇരുകരങ്ങളും വിരിച്ചു പിടിച്ചോ. യേശുവേ,
ഈശോയിലേക്ക് നോക്കി നിൽക്കാം. ഉഴവുച്ചാൽ പോൽ മുറിഞ്ഞിടുന്നു, ഈശോയേ കണ്ടാലോ മുഖശോഭയില്ല. ഈശോയേ ചോരയാൽ നിറഞ്ഞൊഴുകിയിടുന്നു, കണ്ടാലോ വാടറിയുകില്ല. I'm sorry Lord. ഉഴവുച്ചാൽ പോൽ മുറിഞ്ഞിടുന്നു, കണ്ടാലോ മുഖശോഭയില്ല. ഈശോയേ ചോരയാൽ നിറഞ്ഞൊഴുകിയിടുന്നു, നമുക്ക് കരുണ ചോദിക്കാം. മകനേ ഈശോയേ മകനേ, എനിക്കായി നീ മാന്യനായിടുവാ. നിലവിളിച്ചേ മകളേ യേശുവേ മകളേ, നീ മാന്യനായിടുവാ. വലതുകര ഉയർത്തിപ്പിടിച്ചേ. കാൽവരിയിൽ നിനക്കായി പിടഞ്ഞിടുന്നു, കാൽക്കരങ്ങൾ നിനക്കായി തുളയ്ക്കപ്പെട്ടു. മകനേ നീ നോക്കുക, നിനക്കായി തകർന്നിടുന്നു. മകനേ മകളേ നീ നോക്ക്. നീ നോക്കുക, നിനക്കായി തകർന്നിടുന്നു. നിങ്ങളുടെ ഇരുകരങ്ങളും മാറോട് ചേർത്ത് പിടിക്കുക. അഴകില്ലായിരുന്നു ആകാര ഭംഗിയും, അവൻ സർവരാൽ നിന്ദ്യതൻ, സർവരാൽ പരിത്യക്തൻ. നമ്മൾ കരുതി ദൈവം അവനെ ദണ്ഡിപ്പിക്കുകയും പ്രഹരിക്കുകയും ചെയ്തുവെന്ന്. എന്നാൽ അവൻ നമ്മളുടെ വേദനകളാണ് വഹിച്ചത്, നമ്മുടെ പാപങ്ങളാണ് ചുമന്നത്. അവന്റെ മേലുള്ള ശിക്ഷയാണ് നമുക്ക് രക്ഷ നൽകിയത്. അവന്റെ മുറിവിനാൽ നമ്മൾ സൗഖ്യം പ്രാപിക്കുകയാണ്. ദൈവത്തിന്റെ വലിയ സമയമായത്. ഇരുകരങ്ങളും മാറോട് ചേർത്ത് പിടിച്ച് ഈശോയിലേക്ക് നോക്കി നിൽക്കുക. ശ്രദ്ധിക്കുക, ഒരു ക്രിസ്തുവാകുവാൻ ഈ ജീവന്റെ അപ്പത്തിൽ നമുക്കലിയാം. സഭയുടെ കാഠിന്യമേറിയ സമയം, വേദനിക്കുന്ന സഭാമാതാവ്, ചെറുതും വലുതുമായ വാക്കുകളാൽ ആ മൂലയിലും ഈ മൂലയിലും ഒറ്റുകൊടുക്കുന്ന വാക്യങ്ങൾ. ഈശോയെ, ലോകം മുഴുവനും കരുണ തോന്നണമെന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് ഈശോയുടെ അതിദാരുണമായ പീഡകളാൽ, ഞങ്ങളുടെ നാവിനാൽ ഈശോയോട് ചെയ്തു പോയ തെറ്റുകൾ, യൗവനമേ മാപ്പ് ചോദിക്കാം. കരങ്ങൾ മാറോട് ചേർത്ത് പിടിച്ചേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ പിതാവേ ഞങ്ങളുടെ യേശുവേ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. എല്ലാവരും ഇരിക്കുന്നിടത്തുനിന്ന് എഴുന്നേറ്റ് നിൽക്കുക. കൈകൾ വിരിച്ച് പിടിക്കുക. നമുക്ക് തെറ്റുപറ്റി.
ഈശോയെ നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. എനിക്ക് ജനനമേകിയ അന്ന് എൻ്റെ ഐസിയുവിൽ കൂടെ നിന്ന്, ബാക്കിൽ ആക്സിഡന്റിൽ ചെതറി വീണപ്പോൾ കൈപിടിച്ച, എൻ്റെ അമ്മയ്ക്ക് ക്യാൻസർ വന്നപ്പോൾ കൂട്ടുനിന്ന്, എൻ്റെ സഹോദരൻ്റെ മരണത്തിൽ എൻ്റെ കൂടെ നിന്ന്, എൻ്റെ ജീവിത പങ്കാളി നഷ്ടപ്പോൾ കൈപിടിച്ച, എവിടെയെല്ലാം ദൈവം നിന്നു. ക്ഷമിക്കണേ. എല്ലാവരും ഈശോയിലേക്ക് നോക്കി നിന്നെ. ഈ സമയം ഇന്നലെ ജനിച്ച കുഞ്ഞ് വെന്റിലേറ്ററിലേക്ക് പോയി എന്ന് പറഞ്ഞ് കേട്ടുകൊണ്ടാണ് ഈ പ്രോഗ്രാമിലേക്ക് കടന്നത്. എറണാകുളത്ത് ഒരു ഹോസ്പിറ്റലിൽ ഡെലിവറിയിലുണ്ടായ പ്രശ്നങ്ങൾ കൊണ്ട് ജീവന്റെ മരണത്തിന്റെ നടുവിൽ വെല്ലുവിളിക്കപ്പെടുന്ന കുഞ്ഞിനെ കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കുകയാണ്. ക്യാൻസറിന്റെ കീമോ എടുത്തുകൊണ്ടൊരു യൗവനം ഇത് കണ്ടുകൊണ്ട് നോക്കിക്കൊണ്ടേയിരിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്ന സമയമാണ്. ഒരു പെൺകുട്ടിക്ക് പ്രഗ്നൻ്റായി മിസ്കാരേജ് പോലെ ഫെലോപ്പിയൻ ട്യൂബിൽ ഒരു ഇഷ്യൂവോ സർജറിയോ നടന്നിട്ട് ഇനി പ്രതീക്ഷയില്ലെന്ന് കരുതി നോക്കിയിരിക്കുന്ന ഒരു പെൺകുട്ടി, നിങ്ങൾക്ക് വേണ്ടി ദൈവം ഇടപെടാൻ പോവുകയാണ്. തല വെട്ടിപ്പൊളക്കുന്ന മൈഗ്രെയിൻ്റെ നടുവിലൂടെ പോകുന്ന ഒരാളെ ദൈവം തൊടാൻ പോകുകയാണ്. ബി ക്രൈസ്റ്റ്, ക്രിസ്തുവാകുവാൻ തയ്യാറെടുക്കുക. ആ വലിയ ബോധ്യത്തോടുകൂടി ഇരുകരങ്ങളും ചേർത്ത് പിടിക്കുക. കരങ്ങൾ നെഞ്ചിൽ. ഈശോ നമ്മുടെ മുന്നിൽ ഉയരുവാൻ പോകുന്ന സമയമാണ്. ഈ സമയത്ത് അഭിഷിക്തൻ കെട്ടുവാനും അഴിക്കുവാനുള്ള ആഗ്രഹത്തോടെ ചെയ്യുമ്പോൾ, ദൈവമേ നീ പരിശുദ്ധനാണ് നമ്മൾ പറയാൻ പോവുകയാണ്. വെറുമൊരപ്പമല്ലിത്. ദൈവം ഈശോ കുമ്പിട്ടുകൊണ്ട് എല്ലാവരും ഈശോയെ നോക്കി നിൽക്കുക. എല്ലാരും നോക്കി നിൽക്കുക. ദൈവമേ നീ നിലവിളിച്ചേ പരിശുദ്ധനാകുന്നു. ഈശോയെ നോക്കി നിലവിളിക്കാം. ബലവാനേ ഈശോയെ നീ പരിശുദ്ധനാകുന്നു. രാജാക്കന്മാരുടെ രാജാവ്, കർത്താതി കർത്തൻ, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്കു വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ നീ പരിശുദ്ധനാകുന്നു. കുമ്പിട്ട് വണങ്ങാം. ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ആ കുഞ്ഞിനെ വിട്ടുകൊടുക്കാം. വെന്റിലേറ്ററിൽ നിന്ന് എഴുന്നേൽക്കട്ടെ ഈശോ എന്ന നാമത്താൽ. ക്യാൻസറുകൾ മാറട്ടെ ഈശോ എന്ന നാമത്താൽ. ഉദരങ്ങൾ തുറക്കട്ടെ ഈശോ എന്ന നാമത്താൽ. യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷനുകൾ ദൈവജനം അങ്ങ് പടരട്ടെ ഈശോ എന്ന നാമത്താൽ. ഈശോ എന്ന നാമത്താൽ അനുഗ്രഹമായി മാറട്ടെ. ഈ സമയം എല്ലാവരും കരങ്ങൾ ഉയർത്തുക. ഷെക്കീന ടെലിവിഷനും ക്രൈസ്റ്റ് കൾച്ചർ മിഷനും കൈകൾ കോർക്കുകയാണ്. ബി ക്രൈസ്റ്റ്, ഷെക്കീന ടെലിവിഷൻ,
ഹിന്ദി എന്ന ഭാഷയിലേക്ക് പടരാൻ പോവുകയാണ്. DTHിലേക്ക് പടരാൻ പോവുകയാണ്. ദൈവത്തിന്റെ ആത്മാവ് വലിയ സാന്നിധ്യമായി അങ്ങ് തീ പോലെ പടരുവാൻ, മാധ്യമങ്ങളിൽ ദൈവ സാന്നിധ്യമുള്ള മാധ്യമമായി മാറുവാൻ ഇരുകരങ്ങളും ഉയർത്തി യേശുവിന്റെ നാമത്താൽ, ഈശോയുടെ നാമത്താൽ ഈ സകല ആഗ്രഹങ്ങളും യേശുവിന്റെ നാമത്താൽ തുറക്കട്ടെ. വാതിലുകൾ തുറക്കട്ടെ കർത്താവേ. രാജ്യങ്ങൾ മുട്ടുകുത്തട്ടെ, ജനതകൾ മുട്ടുകുത്തട്ടെ. എല്ലാ മീഡിയകളിലും ഈശോ എന്ന നാമം പടർന്നു പന്തലിക്കട്ടെ. വേദനിക്കുന്ന, ഒറ്റപ്പെടുന്ന നിരവധി പേരുടെ നടുവിൽ ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ ആഗ്രഹങ്ങളെ കർത്താവിന്റെ കരങ്ങളിലേക്ക് വെച്ചു കൊടുത്തുകൊണ്ട് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. രോഗമുള്ള കുഞ്ഞിനെയോ നിങ്ങളുടെ അടുത്തിരിക്കുന്ന വ്യക്തിയോ ചേർത്ത് പിടിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവിന് നന്ദി പറയാം, കുമ്പിട്ട് വണങ്ങാം. ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനമേ, ബി ക്രൈസ്റ്റ് എല്ലാ മാസത്തിൻ്റെയും ഫസ്റ്റ് വെനസ്ഡേ നമ്മൾ ദൈവമായി മാറുന്ന, യേശുവായി മാറുന്ന പ്രോസസ്സിലേക്ക് പോവുകയാണ്. ഈ യൗവനങ്ങൾ ആനുകാലിക പ്രശ്നങ്ങളെയാണ് നമ്മൾ എടുക്കുക. നിങ്ങൾ ഏതെങ്കിലും വിഷയങ്ങൾ നിങ്ങൾക്ക് ഈ പ്രോഗ്രാമിൽ ഡീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കുക. അതുപോലെ ഏതെങ്കിലും രോഗത്തിലോ പ്രയാസങ്ങളിലോ യൗവനങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ എഴുതി അറിയിക്കുക ഷെക്കിന ചാനലിലേക്ക്. ദൈവത്തിൻ്റെ കൃപയാൽ ആരാധനയിൽ ആ വിഷയങ്ങൾ അടുത്ത തവണ തൊട്ട് എടുക്കുന്നതാണ്. നിരവധി സൗഖ്യവുമായി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.